ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2010 ദിവസമാണ് ഇന്ന്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കുവാനായി നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ ജോളി ജനാർദ്ദനാണ്. ഡോക്ടർ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സൂപ്രണ്ടായി വിരമിച്ച ശേഷം സ്വന്തം വീട്ടിൽ പ്രാക്ടീസ് ചെയ്തു വരുന്നു. 43 വർഷത്തെ ചികിത്സാ അനുഭവങ്ങളാണ് ഡോക്ടർക്കുള്ളത്. ഡോക്ടർ ധാരാളം സംഘടനകൾക്ക് വേണ്ടി IHK ഉൾപ്പെടെയുള്ള ധാരാളം സംഘടനകൾക്ക് വേണ്ടി ക്ലാസ് എടുത്തിട്ടുള്ള വ്യക്തിത്വമാണ്. നമുക്കും ഡോക്ടറെ ഒരു ഫാക്കൽറ്റിയായി കിട്ടിയതിൽ വളരെ ഭാഗ്യവും സന്തോഷവുമുണ്ട്. ഇന്ന് ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സെഷൻ ആരംഭിക്കും. നന്ദി. ഡോക്ടർ ജോളി ജനാർദ്ദനെ നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർക്ക് ക്ലാസ് തുടങ്ങാം. ഡോക്ടറെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ 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 താങ്ക്സ് ശൈലാജി. ഓക്കെ ഓക്കെ നന്ദി. IFHൽ വീണ്ടും ഇങ്ങനെ ശൈലാജി, മറിയമ്മ ഡോക്ടർ മുതലായ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർമാരായിട്ട് എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാനുള്ള അവസരം വളരെയധികം സന്തോഷമുള്ള ഒരു അവസരമായി ഞാൻ കാണുന്നു. എൻ്റെ IFHൽ വന്നിരിക്കുന്ന മറ്റുള്ള എല്ലാ എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർമാർക്കും നമസ്കാരം. ധനേഷ് സാറിനും മനോജ് ഡോക്ടർക്കും എല്ലാം, മനു സാറിനും ഇസ്മയിൽ സാറിനും എല്ലാം നമസ്കാരം. മിക്കവാറും എല്ലാ ക്ലാസ്സുകളും കേൾക്കുന്നുണ്ട്. ഇന്ന് ചികിത്സ അനുഭവങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ചികിത്സാനുഭവങ്ങൾ ഡോക്ടർക്ക് ഇഷ്ടമുള്ള ചികിത്സാനുഭവങ്ങൾ പങ്കുവയ്ക്കാം. അതെ. അപ്പോ സാധാരണ ഒരു ചികിത്സയില് വൈദ്യന്മാർ അവരുടെ ശിഷ്യന്മാരെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ രോഗികളെ മാത്രമല്ല ചുറ്റുപാടുകളും നിരീക്ഷിക്കണം എന്നല്ലേ പഠിപ്പിക്കണം. അങ്ങനെയാണ് പഴയ വൈദ്യന്മാർ. അപ്പോ ഈ ഭയങ്കര ഭീകരമായ ക്ലാസ്സുകളൊക്കെ കേട്ട് വരുമ്പോ നമുക്കൊന്ന് റിലാക്സ് ചെയ്യണ്ടേ? അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ നമ്മള് ഒരു നല്ലൊരു ഇംഗ്ലീഷ് ക്ലാസ് കേട്ടു. പാട്ടിന്റെ അത്രയും കടുകട്ടി വേണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ രോഗികളെ നോക്കുമ്പോ ഒരു വൈദ്യൻ അതിന്റെ ശിഷ്യനെ കൊണ്ട് ഇങ്ങനെ ഒരു രോഗിയുടെ അടുത്തോട്ട് ചെന്ന്, അപ്പോ വൈദ്യൻ രോഗിയെ നോക്കിയതിന് ശേഷം പറഞ്ഞു, ദഹനക്കുറവിനുള്ള മരുന്നാണ് എഴുതിയത്. അപ്പൊ ദഹനക്കുറവിനുള്ള മരുന്ന് എഴുതിയപ്പോ ശിഷ്യൻ വളരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുകയാണ്, ഈ മരുന്നൊക്കെ എടുക്കണത്. അപ്പോ വൈദ്യരോട് ചോദിച്ചു, എന്താണ് ദഹനക്കുറവിനുള്ള മരുന്ന് എഴുതിയത് അദ്ദേഹത്തിന്? വയറുവേദനയാണ്, പലതരം വയറുവേദന ഉണ്ടല്ലോ, എന്താണ് ദഹനക്കുറവിന്? അവരോടൊന്നും ചോദിച്ചില്ല. അപ്പൊ വൈദ്യര് പറഞ്ഞ്, നമ്മൾ അവിടെ ചെന്നപ്പോ കട്ടിലിന്റെ അടിയിൽ ഒരു ചക്ക മുറിച്ചു വെച്ചിരിക്കുന്നത് നീ കണ്ടോ? ആ ചക്ക ഈ രോഗി നല്ലവണ്ണം കഴിച്ചിട്ടുണ്ട്, അതാണ് ഈ രോഗിക്ക് വയറുവേദന വന്നു. അപ്പൊ ഈ ഒരു രോഗിനെ അന്ന് പണ്ട് വൈദ്യന്മാരൊക്കെ വീട്ടിൽ പോയാണ് നോക്കുന്നത്. ഒരു നല്ല മെത്തേഡുമാണ്. ഈ രോഗിയുടെ സാഹചര്യമൊക്കെ സത്യത്തിൽ പഠിക്കാൻ പറ്റും. അങ്ങനെ വയറുവേദനയുടെ മരുന്നെല്ലാം കൊടുത്ത് രോഗിക്ക് വയറുവേദന മാറി. അപ്പോ ഒബ്സർവേഷൻ, രോഗിയുടെ ചുറ്റുപാടും പരിശോധിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ ശിഷ്യനെത്തി. ഒരു ദിവസം ശിഷ്യൻ കുറെ കാലം കഴിഞ്ഞപ്പോ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ചെന്ന് ഒരു രോഗിനെ നോക്കുകയാണ്. അപ്പൊ ആ രോഗിക്ക് ഒരു വയറുവേദനയൊക്കെ ഉണ്ട്. അപ്പൊ ശിഷ്യൻ ചോദിക്കുന്നു, വൈക്കോല് ധാരാളം തിന്നിട്ടുണ്ടല്ലേ രോഗി? അപ്പൊ വീട്ടുകാരെ അതിശയിച്ച് ഇതെന്താണ് ഈ പറയണത്? അപ്പൊ എന്താണ്, അതെ, കട്ടിലിന്റെ അടിയിൽ വൈക്കോല് കിടക്കുന്നത്. അപ്പൊ രോഗി വൈക്കോല് തിന്നിട്ടും അതുകൊണ്ടാണ് രോഗിക്ക് വയറുവേദന. അപ്പൊ അങ്ങനെയുള്ള ഭീകരമായ ഒബ്സർവേഷൻസുകൾ സ്വീകരിക്കരുത്. അതൊരു നമ്മൾ തമാശയായിട്ടാണ് പറയണെങ്കിലും അതൊരു അതാണ്. അപ്പൊ അതേപടി അനുകരിക്കരുത്.
ഏത് സിസ്റ്റത്തിലായാലും. പക്ഷെ നമ്മുടെ മിക്കവാറും ഡോക്ടേഴ്സ് മുഴുവനും പറയുന്നത് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആണ്. അതായത് അതാണ് രണ്ട് തരം. എന്തിനാണ് IFPH ഇങ്ങനെ ഇടതടവില്ലാതെ ക്ലാസ് വെക്കുന്നതെന്ന് ചോദിച്ചാൽ, വെറ്ററിനറി മെഡിക്കലും പ്രാക്ടീസ് മെഡിസിനും എല്ലാ ബുക്കും ഉണ്ടല്ലോ, അത് വായിച്ചു നോക്കിയാൽ പോരെ. എല്ലാ ദിവസവും ക്ലാസ്. എന്താണ് എന്ന് വെച്ചാൽ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് അല്ലെ, രോഗിക്ക് കൊടുത്തിട്ട് ഉണ്ടാവുന്ന ഒരു അതിന്റെ ഒരു റിസൾട്ട്, ആ രോഗി ക്യൂറാവുന്ന റിസൾട്ട്, അത് നമ്മൾ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആണ്. അത് ഹോമിയോപ്പതിനെ പോലെ ഷെയർ ചെയ്യാൻ വേറെ ഒരു സിസ്റ്റത്തിനും പറ്റും. ആയുർവേദം കുറെയൊക്കെ ചെയ്യാം. അലോപ്പതിക്ക് പ്രോട്ടോകോൾ അല്ലേ. ഒരു രോഗം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നും നോക്കാനില്ല. പിന്നെ രോഗി തടിച്ചതാണോ, മെലിഞ്ഞതാണോ, ഉപ്പാണോ ഇഷ്ടം, എരിവാണോ ഇഷ്ടം, ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രോട്ടോകോളാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ മുതലുള്ള മെഡിസിൻ അങ്ങോട്ട് കൊടുത്തു. രോഗിയുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും പിന്നെ ഇല്ല. തിരിച്ച് ഒരു എക്സ്റ്റെന്റ് വരെ ആയുർവേദവും 100% ഹോമിയോപ്പതിയും പിന്നെയാണ് ഒരു ഫിസീഷ്യന്റെ പണി തുടങ്ങുന്നത്. കാരണം ഒരു രോഗം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു ഫിസീഷ്യന്റെ ശരിയായ, ഇപ്പൊ തന്നെ തൊട്ടടുത്ത മുമ്പുള്ള ഇംഗ്ലീഷ് ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ എടുത്തിട്ടാണ് റെപ്പറ്ററൈസ് ചെയ്യണത് എല്ലാ ഡോക്ടേഴ്സും. അപ്പോ ഒരു എക്സലന്റ് സിസ്റ്റം ആണെങ്കിലും അവിടെ ഒരു 40 കൊല്ലത്തെ ചികിത്സാ പരിചയം കൊണ്ടായിരിക്കും ഒരു ദിവസം ഒരു കേസ് ക്യൂറായി കിട്ടണം. അത് നമ്മൾ മറ്റുള്ള ജൂനിയർ ഡോക്ടേഴ്സിനും മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക എന്നുള്ളത് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആണ്. അത് വിലമതിക്കാനാവാത്തതാണ്. അത് ഒരിക്കലും ഒരു വെറ്ററിനറി മെഡിക്കലോ പ്രാക്ടീസ് മെഡിസിനോ കിട്ടൂല. എന്നാൽ എല്ലാം മരുന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചികിത്സാ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് ഇത്രയും ഗൗരവമാകുന്നതും ഇത്രയും അത് സയന്റിഫിക് ആണ്. അത് എത്രയോ കാലം കൊണ്ട് പഠിച്ചെടുത്തതാണ്. എത്രയോ സഫറിങ്സ് കഴിഞ്ഞിട്ടാണ് ഒരു കേസിലോട്ട് എത്തുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ. അതുകൊണ്ട് നമ്മൾ അനുകരിക്കുക എന്നല്ല, പക്ഷെ നമ്മൾക്ക് ആവശ്യമുള്ളത് എല്ലാം സ്വീകരിക്കുക എന്നാണ് അതിനർത്ഥം. അപ്പോ ഞാൻ അനുഭവങ്ങൾ പറയുമ്പോൾ എപ്പോഴും നമ്മുടെ എബ്രഹാം വൈദ്യർ ഡോക്ടർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു സ്നേക്ക് അല്ലെ, ഞാൻ അന്നും പറഞ്ഞു, ഒരു പാമ്പ് കടിച്ച് വന്ന ഒരു രോഗിനെ അവരിപ്പൊ തന്നെ പാമ്പ് കടി കേട്ട ആള് രക്ഷപ്പെടും. കാരണം ഡോക്ടർ അങ്ങനത്തെ റിമോട്ട് ഏരിയയിലായിരുന്നു. അവസാനം ഡോക്ടർ നോക്കിയപ്പോ നാഗ ഇരിക്കണം. ഒരു ഡോസ് കൊടുത്തു, വായിൽ നിന്ന് ഒരേ പതയൊക്കെ വന്നു. എന്നിട്ട് ആ രോഗി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. നാഗ അവിടെ സെയിം സിംറ്റംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. വായിൽ നിന്ന് ഒരേ പതയൊക്കെ വന്നു, രോഗിനെ എടുത്തുകൊണ്ട് പോയി. അത്രയും വലിയ ത്രില്ലിംഗ് ആയ ചികിത്സാനുഭവങ്ങളാണ് നമ്മുടെ ഡോക്ടേഴ്സിനുള്ളത്. അത് എല്ലാ ഇങ്ങനെയുള്ള ക്ലിനിക്കൽ എക്സ്പീരിയൻസസും ഇസ്മായിൽ സൈഡ് സാറൊക്കെ പറയും, എല്ലാവരും ഗണേഷ് ഡോക്ടർ, സാറ്, ശൈല മാഡം, എല്ലാവരും നോക്കുമ്പോ അതെല്ലാം നമ്മൾക്ക് അത്രയും ഉപകാരപ്രദമാണ്. ഒരു കേസ് എന്ന് വെച്ചാൽ നമ്മളൊരു പത്രത്തിലൊരു വാർത്ത വായിച്ചിരുന്നു. അതായത് ഒരു ഹോമിയോ ഡോക്ടർ, അപ്പൊ അതിന് മുക്കാൽ നമ്മുടെ ഡോക്ടേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. ഒരു ഹോമിയോ ഡോക്ടർ ആനകളെയൊക്കെ നല്ലോണം ചികിത്സിക്കുമായിരുന്നു. ആനകളെയാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ചികിത്സിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഒരു ആന ഒരു ചതുപ്പ് നിലത്ത് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ ആനയ്ക്ക് എന്താണ് പ്രശ്നം, രോഗം. ഡോക്ടർ ആ ചതുപ്പിൽ കൂടി നടന്നു പോയി ആനയെ നോക്കി. തിരിച്ചു വന്ന് മരുന്ന് കൊടുക്കാൻ വേണ്ടി വരുമ്പോ ആ ചതുപ്പിൽ നിറച്ചും പ്രാണി ഉണ്ടായിരുന്നു. ഈ പ്രാണികള് ഇങ്ങനെ കുറെ ഉണ്ടായിരുന്നു, കടിക്കുമല്ല. ഡോക്ടർക്കിട്ട് ഒരു കടി കിട്ടി. ഡോക്ടർ വന്നിട്ട് ഡോക്ടറുടെ ഫ്രണ്ടിനോട് പറഞ്ഞു, ഈ എന്നെ എന്തോ പിടിച്ച് കടിച്ചു. അപ്പൊ ആ ഫ്രണ്ട് ഡോക്ടർ പറഞ്ഞു, അത് മൈൻഡ് ചെയ്യണ്ട. എന്താന്ന് വെച്ചാൽ നിറയെ പ്രാണിയല്ലേ അവിടെ, അപ്പൊ ആ പ്രാണി കടിച്ചതാണ്, കുറെ ദിവസത്തേക്ക് വേദനയുണ്ട്. എന്നാൽ കടിവായിൽ കുറെ ദിവസം വേദനയായി. പിന്നെ ഗ്രാജുവലായിട്ട് പല പ്രശ്നങ്ങൾ, ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ, ഒരു തളർച്ച, ക്ഷീണം ഇങ്ങനെ വരാൻ തുടങ്ങി. എപ്പോഴും പ്രാണി കടിച്ചാൽ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവില്ല, വേറെ എന്തെങ്കിലും ചെറിയ പ്രോബ്ലം ആയിരിക്കും. പ്രാണികൾ എല്ലാരെയും കടിക്കുന്നുണ്ട്, അപ്പൊ എല്ലാരെയും കടിക്കുന്നുണ്ട് ആ ഭാഗത്തോട്ട് പോകുന്നവർ. അതിനുശേഷം
ഒരു 6-7 മാസം കഴിഞ്ഞു. ഈ ഡോക്ടറുടെ കണ്ണിന്റെ കാഴ്ച സാവധാനം പോയി, കാഴ്ച ഇല്ലാതായി, 2 കണ്ണും. അപ്പോ ഐ ഹോസ്പിറ്റലിൽ പോയി. അവര് ചോദിച്ചു എന്തെങ്കിലും പിടിച്ച് കടിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഇങ്ങനെ ഞാൻ ആനകളെ നോക്കാൻ വേണ്ടി ചതുപ്പിലോട്ട് പോയിരുന്നു. ആ ചതുപ്പിൽ വെച്ച് എനിക്കൊരു കടി ഉണ്ടായിരുന്നു, കടി കിട്ടിയിരുന്നു. അപ്പൊ ആ കടി കിട്ടിയിരുന്നത് ഒരു പ്രാണിയാണ് കടിച്ചത്. അപ്പൊ അവര് അത് ബ്ലഡ് ചെക്ക് ചെയ്തു, ഡയഗ്നോസ് ചെയ്തു. അത് അണലിയായിരുന്നു, അണലിപ്പാമ്പായിരുന്നു. പക്ഷെ മുഴുവനും കടി കിട്ടിയില്ല, പാർഷ്യലായിട്ടുള്ള കടി. അത് മതി. അത് പക്ഷെ അതാ ബ്ലഡിൽ പതിയെ കലർന്ന് ഈ ഡോക്ടറെ കണ്ണ് പോയി. അപ്പൊ ഹോസ്പിറ്റലുകാർ പറഞ്ഞു ഇത് ഒറ്റ ഫാൻസിൽ കുത്തിയ ബ്ലഡ് വിഷമല്ല, പതിയെ ഒന്ന് കടിച്ചുള്ളൂ. പക്ഷെ അണലിയായിരുന്നു. അത് ഡയഗ്നോസ് ചെയ്തില്ലല്ലോ. ഡയഗ്നോസ് ചെയ്തപ്പോ ഡോക്ടറുടെ കണ്ണിന്റെ കാഴ്ച പോയി. പിന്നെ വിത്തിൻ 1-2 മന്ത് ഡോക്ടർ മരിക്കും എന്ന് അവർ പറഞ്ഞു. നമ്മുടെ ഹോമിയോ ഡോക്ടറാണ് അദ്ദേഹം. അങ്ങനെ മരിച്ചു. അപ്പോ അതിന്റെ കാരണം എന്താണ്? ഞാനിപ്പൊ ചുറ്റുപാടുകൾ നിരീക്ഷിക്കണം എന്ന് തമാശയായിട്ടാണെങ്കിലും കാര്യമായിട്ടാണെങ്കിലും പോയാ ഇല്ലല്ലോ. കിട്ടിയാണല്ലേ? കേൾക്കണില്ലേ? അപ്പൊ കാര്യമായിട്ടാണെങ്കിലും ഒരു സിംറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അൺടിൽ ആൻഡ് അൺലെസ് പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് അൺഇമ്പോർട്ടന്റ്. അത് കുഴപ്പമില്ല എന്ന് പറയണമെങ്കിൽ അത് കുഴപ്പമുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ ആ ഡോക്ടർ അത്രയും അതൊരു നിസ്സാരവൽക്കരിച്ചു, അതിന്റെ ജീവൻ ഒലിഞ്ഞു പോയി. അപ്പോ ഒന്നാമത്തെ കേസാണ് അല്ലെ. അപ്പോ അതൊരു വളരെ വലിയ ഒരു പാഠമാണ് നമ്മൾക്ക് തന്നത്. അതുപോലെ തന്നെ എനിക്ക് ശരിക്കറിയാവുന്ന ഒരു കേസ്, ഒരു ആള് ഈ ഇന്നത്തെ വെയില്, തൃശ്ശൂരത്തെ വെയിലുകളൊക്കെ ഇങ്ങനെ വേലിയാണ്, ഇങ്ങനെ കൊണ്ട് കെട്ടി. അപ്പൊ അതിന്റെ നടുക്ക് കൂടി വേണം രാത്രി ഇങ്ങനെ വീട്ടിലോട്ട് പോകാൻ. അടുത്ത വീട്ടുകാരെ വേലിയൊക്കെ ഇരിക്കും. അപ്പൊ അയാൾ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, അയ്യോ ഈ വേലിയുടെ കൊണ്ടിട്ട് എന്റെ കൈ അങ്ങോട്ട് കോറി, ഒന്ന് മുറിഞ്ഞു. വേലിയുടെ മുള്ളല്ലേ, അത് തുടച്ചു കളഞ്ഞേക്കെന്ന് പറഞ്ഞ് രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നു. നേരം വെളുത്ത് ആള് മരിച്ചു കിടക്കണേ. അപ്പോ ഒരു സിംറ്റവും നിസ്സാരമല്ല. ഒരു രോഗി വരുമ്പോൾ അത്രയും അലേർട്ടാവണം. അതാണ് പറഞ്ഞത്. ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, വൈറൽ ഇൻഫെക്ഷൻസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഇതെല്ലാം പോരാഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള ജീവികളുടെ കടികൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ എനിക്കൊരു കേസ് വന്നത് എന്താന്ന് വെച്ചാൽ, ഒരു ആയുർവേദ ഡോക്ടറാണ്, ഹസ്ബൻഡ് വൈഫ്. അപ്പോ എന്റെ ക്ലോസ് ഫ്രണ്ടാണ്, വീടിനടുത്ത് തന്നെ. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഈ കാലില് ഒരു കമ്പ് ഇങ്ങനെ കൊണ്ടു, കമ്പ് വടിയുടെ അറ്റം. അപ്പോ പിന്നെ അവിടെ ചൊറിച്ചിലായി, ഇങ്ങനെ മാന്തി വെള്ളം വരികയാണ്, ഇന്റൻസ് ഇച്ചിങ് ആണ്, ഭയങ്കരമായി ചൊറിയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ തൊലിയൊക്കെ പൊളിഞ്ഞു കൊണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ആ വടി ഇങ്ങനെയാണ് കൊണ്ടത്? അപ്പൊ വടി ഇങ്ങനെ അവിടെ വെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ പറമ്പിലൂടെ നടക്കുമ്പോ ഈ വടി കാലിൽ കുത്തിക്കയറി, വടി ഊരിയെടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, ആ വടി എന്താണ് അവിടെ വരാൻ കാരണം? ഡോക്ടർ ഒന്ന് പോയിട്ട് അന്വേഷിക്കും. വലിയ പറമ്പാണ് എനിക്കറിയാതെ, വലിയൊരു പറമ്പാണ്. ഞാൻ ചോദിച്ചു, അവിടെ ഈ കൊണ്ട വടി എങ്ങനെയാണ് വന്നതെന്ന് വേഗം പോയിട്ട് ഒന്ന് അന്വേഷിക്കുക. അപ്പൊ ഈ ഡോക്ടർ ചെന്നപ്പോൾ അവിടുത്തെ ഒരു പണിക്കാരൻ പറയുന്നതാണ്, ഡോക്ടർ ആ വടി ഒരു മൂർഖൻ പാമ്പിനെ തല്ലി കൊന്ന വടിയാണ്. ആ വടി ഞങ്ങൾ അവിടെ ഇട്ടിരിക്കുകയായിരുന്നു. അതിന്റെ അടിച്ചു കൊന്ന്, ശരിക്ക് തലക്കെട്ടനെ അടിച്ചു കൊന്നത് ഡോക്ടർ ചോദിച്ചു. അപ്പൊ അതില് ഒരു അത് ആ വടിയിലൊന്ന് സ്കിന്നിൽ കയറിയ സെക്കൻഡറി ആയിട്ടുള്ള ഒരു പോയിസണസ് എഫക്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, രണ്ടുപേരും ആയുർവേദ ഡോക്ടർമാരാണല്ലോ, അപ്പൊ ഞങ്ങൾ ഹോമിയോപ്പതിക്കാർ ആദ്യമേ അതിൽ കൈ കടത്തുന്നില്ല. ഒരു കാര്യം ചെയ്തോ, വില്വാദി ഗുളിക അരച്ച് ആ മുറിവായിലിടൂ. വില്വാദി ഗുളിക ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിച്ചിട്ട് ആ ഒരു 5 days അത് കഴിക്കും. അതിനുശേഷം ഞാനും കൂടി മെഡിസിൻ തരാമെന്ന് പറഞ്ഞു. വില്വാദി ഗുളിക കഴിക്കാൻ തുടങ്ങിയതോടെ ഈ പൊട്ടിയതും ഈ ഇത്രയും ഇന്റൻസ് ഇച്ചിങ് എല്ലാം വളരെയധികം കുറഞ്ഞു.
പിന്നെ ഞാൻ നമ്മളുടെ എക്കിനേഷ്യ കൊടുത്തു. എക്കിനേഷ്യ എന്ന് പറഞ്ഞാൽ സ്നേക്ക് ബൈറ്റിന് ഒന്നാം തരം മെഡിസിൻ ആണല്ലോ. ഈ ഓട്ടോ ഇൻഫെക്ഷന് മാത്രമല്ല, സ്നേക്ക് ബൈറ്റിന്റെ ഒന്നാമത്തെ മരുന്നാണ് എക്കിനേഷ്യ. അപ്പൊ ഞാൻ പറഞ്ഞു വില്വാദി കണ്ടിന്യൂ ചെയ്തോളൂ അപ് ടു 1 month. ഇനി ബ്ലഡിലോട്ട് ഇനിയും കയറണ്ട. എക്കിനേഷ്യ ടിഞ്ചറും ഒരു 10 drops 2 നേരം കൊടുക്കൂ. അത് കൊടുത്തോളൂ. എക്കിനേഷ്യ തന്നെയാണ് കൊടുത്തോളൂ. വില്ലാദിയും കൊടുത്തു. അത് മൂർഖൻ പാമ്പായിരുന്നു. മൂർഖനാണ് എന്നെ അടിച്ചത്. അപ്പൊ ഓരോ പാമ്പുകളും വളരെയധികം രോഗാവസ്ഥകൾ നേരിട്ട് കടിച്ചില്ലെങ്കിൽ ഉണ്ടാക്കുന്നു എന്നുള്ള ഈ ഡോക്ടറിന്റെ അനുഭവം എല്ലാം കൂടി അത് എല്ലാ ഡോക്ടേഴ്സിനും ഒരു അനുഭവ പാഠമാണോ. അതിപ്പോ പാടത്തൊന്ന് വന്ന് കയറി അല്ലെങ്കിൽ പറമ്പിക്കൂട്ട് നടന്ന് അവിടെ എല്ലാം തന്നെ സ്നേക്കിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പോയ്സണസ് വെനമസ് ജീവികൾ ഉണ്ടാവാം എന്നുള്ള ഒരു സ്റ്റഡി, അതായത് അതിന്റെ ടോക്സിക്കോളജി നമ്മൾ എപ്പോഴും അത് ടോക്സിക്കോളജി എപ്പോഴും നമ്മളുടെ ജൂറിസ്പ്രുഡൻസിൽ വന്നതാണ്. ജൂറിസ്പ്രുഡൻസ് നല്ലോണം തറോ ആക്കിയാലേ ഇങ്ങനത്തെ കേസുകൾ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇതുവരെ തൊടാത്തൊരു മേഖലയാണ് മെഡിക്കൽ ജൂറിസ്പ്രുഡൻസ്. അതിൽ എന്തോരം പ്രാക്ടീസ് മെഡിസിനിൽ പഠിക്കുന്നോ അതിനേലും ഇരട്ടിയാണ് മെഡിക്കൽ ജൂറിസ്പ്രുഡൻസിലെ ടോക്സിക്കോളജി മറ്റെല്ലാ കാര്യങ്ങളും. അതിനെ ചെറുതായിട്ട് ഓരോ സെഷൻ എടുക്കേണ്ടതാണ്. കാരണം എന്നാല് അത് നമ്മുടെ ജൂറിസ്പ്രുഡൻസ് തറോ ആക്കിയാലേ ഇത്രയും കേസുകൾ നമുക്ക് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ടോക്സിക്കോളജി എപ്പോഴും നമ്മൾ പഠിച്ചിരിക്കണം, ഫുഡ് പോയ്സൺ അടക്കം. അപ്പോ അല്ലെങ്കിൽ എന്താ, അതുപോലെ നമ്മൾ അനഫൈലാക്സിസ് ഒക്കെ ചെമ്മീനൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് റെസ്പിറേറ്ററി ശ്വാസതടസ്സം വരും. അത് രോഗിയോട് നേരത്തെ പറഞ്ഞിരിക്കണം. ഇപ്പോ ആ കോവളത്ത് പിന്നെ 2 പേര് ഫുഡ് കഴിച്ചു മരിച്ചെന്ന് പറഞ്ഞു, വിഴിഞ്ഞം. എന്നിട്ട് അത് ഹോട്ടലുകാരുടെ കുഴപ്പമാണെന്നും പറഞ്ഞ് ആകെ പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ അവരുടെ വീട്ടുകാർ പറഞ്ഞു അവർക്ക് ഇങ്ങനെ ഈ സീ ഫുഡ്സിന് അലർജിയാണ്. അപ്പൊ സീ ഫുഡ്സ് അലർജി ഉണ്ടാവൂല എന്ന് വിചാരിച്ച് കഴിച്ച് 1 മിനിറ്റിനുള്ളിൽ ബ്രീത്ത് അറസ്റ്റ് ആയി പോകും. അപ്പൊ അങ്ങനെ ആ ടോക്സിക്കോളജീനെ അത്ര ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. രോഗികളോ ഓർക്കണേ പിന്നെ ഒരു ഞണ്ട് കഴിച്ചാൽ ഒരു കൊഞ്ച് കഴിച്ചപ്പോ അങ്ങോട്ട് ചാവാൻ പോണേല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഈ കഴിക്കണത്. പക്ഷെ അത് അനഫൈലാക്സിസ് ആണെന്ന്, അലർജി ആണെന്നുള്ളത് കാര്യം രോഗികൾക്ക് മനസ്സിലാവൂല. പക്ഷെ ഡോക്ടർമാർ അത് ഒരിക്കലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. അപ്പോ അങ്ങനെ നമ്മൾ ടോക്സിക്കോളജിയുടെ ഒരു ഉദാഹരണം പറഞ്ഞു. പിന്നെ നമ്മൾക്ക് സ്ട്രോൺഷ്യം കാർബ് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. സ്ട്രോൺഷ്യം കാർബ് അത് പലതിനുമുള്ള മരുന്നിനാണ്. നമ്മളുടെ ഗൗട്ട്, റൊമാറ്റിക് ഗൗട്ടിന്റെ ഒക്കെ മരുന്നാണ്. പക്ഷെ അതിനൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ട്. അതായത് ഞാൻ എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഒരു 30-32 വയസ്സ് 35 വയസ്സായിട്ടുണ്ടാവും ഒരു ലേഡി, അവരുടെ കാലിന്റെ പത്തി തനിയെ ഉള്ളിലോട്ട് വളഞ്ഞു പോയി. ആ ഇന്റൻസ് പെയിനോടെയാണ് വളയുന്നത്. ഓരോ 5-6 ദിവസം അങ്ങനെ വളഞ്ഞു നിന്നിട്ട് അവർക്ക് നടക്കാനൊന്നും പറ്റൂല. ഇരുന്ന് ഇങ്ങനെ നിരങ്ങുകയാണ്. കാരണം 2 കാലിന്റെയും കാൽപ്പത്തി ആംഗിള് മീഡിയൽ ആസ്പെക്ട്സിലോട്ട് വളഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ ഇവരുടെ മാരേജ് ഒന്നും നടക്കുന്ന പ്രശ്നമില്ല. ഇവർ നടക്കാൻ പറ്റൂല. ഇവര് ഇടക്ക് വല്ലപ്പോഴും തിരിച്ച് ചിലപ്പോ കാൽപ്പത്തി ശരിയായിട്ട് വരും. ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു, ഒന്ന് വീട് വരെ വരണം, ഒരു കേസ് നോക്കാനുണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്നു നോക്കുമ്പോ ഇവരുടെ കാല് ഉള്ളിലോട്ട് വളഞ്ഞിരിക്കണേ. അപ്പൊ ഞാൻ ഓർത്ത്, ആദ്യം ഞാൻ വിചാരിച്ച് ലഡമായിരിക്കും. പിന്നെ ലഡം ഈ വേർഷനാണ്. ലഡം കൊടുക്കണോ എന്താണെന്ന് എനിക്ക് ഞാൻ വളരെ 2-3 കൊല്ലമായിട്ടുള്ള പ്രാക്ടീസ് തുടങ്ങിയിട്ട്. അപ്പോ ഞാൻ അങ്ങനെ നോക്കിയപ്പോ സ്ട്രോൺഷ്യം കാർബ് ആംഗിളിന് ഇത്രയും ആക്ഷനുള്ള വേറൊരു മരുന്നില്ല. അത് നമ്മുടെ ആക്ടിയ സ്പൈക്കാറ്റെ സ്മോൾ ജോയിന്റ്സിന്റെ ആക്ഷൻ കൊടുക്കണ പോലെ. ആക്ടിയ സ്പൈക്കാറ്റെ കഴിഞ്ഞിട്ട് സ്മോൾ ജോയിന്റ്സിന് ആക്ഷൻ ഉള്ള എന്തൊക്കെ പറഞ്ഞു. രോഗിയുടെ മൈൻഡൊക്കെ എടുത്താലും ഇങ്ങനെ ഒറ്റ ഷോട്ടിൽ മരുന്ന് കൊടുക്കും. അതുപോലെ ആംഗിളിന് ഇത്രയും നല്ല ആക്ഷനുള്ള മരുന്നില്ല സ്ട്രോൺഷ്യം കാർബ്. ഒരു ഡെയിലി ഓരോ ഡോസ് 200 ആയിരുന്നു കൊടുത്തു. അങ്ങനെ ഒരാഴ്ച കൊടുത്ത് പിന്നെ ഒരാഴ്ച നിർത്തി. അപ്പൊ ഞാൻ കുറച്ച് ഫെറംഫോസ് ഒക്കെ കൊടുത്തു. പിന്നെ ഒരാഴ്ച സ്ട്രോൺഷ്യം കാർബ് കൊടുത്തു. 1 month കഴിഞ്ഞപ്പോ ഈ പേഷ്യന്റിന് പിന്നെ ഒരിക്കലും ആ കാലുള്ളിലോട്ട്
തിരിഞ്ഞില്ല. അത്രയും എക്സലന്റ് ആണ് സ്റ്റോൺ ഷിംഗാർഡ്. അതിനുശേഷം അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഒരിക്കലും കാല് തിരിയില്ല, ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് കല്യാണം ആലോചിച്ചു എന്ന് പറഞ്ഞു. ഒരു 6 മാസങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞവർ പോയി. അവർക്കൊരു പുതിയ ജീവിതം കിട്ടി. കാല് മാത്രം അവർക്ക് കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. അപ്പോ നമ്മുടെ മെഡിസിൻ എത്ര മനുഷ്യന് ജീവനാണ് തിരിച്ചു കൊടുക്കുക, ജീവിതമാണ് തിരിച്ചു കൊടുക്കണത്. അവിടെ അതാണ് ഏത് സിസ്റ്റത്തിലായാലും ഡോക്ടർമാരെ ബഹുമാനിക്കുന്നത്. അവര് അത്രയും കടുത്ത രോഗാവസ്ഥകളെ കുറക്കുക മാത്രമല്ല ദേ ഗെയിൻ ഒരു ന്യൂ ലൈഫ്. അതാണ്. അപ്പോ അങ്ങനെയാണ് ഞാൻ അതിനെ ചികിത്സിച്ചത്. പിന്നെ നമുക്ക് ഡ്രൈ ഗാംഗ്രീൻ, അത് വടുതലയിൽ ഒരു പേഷ്യന്റ് ആണ്, അത് റോസി ചേച്ചിയാണ്. അപ്പൊ ഡ്രൈ ഗാംഗ്രീൻ എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഒന്ന് വന്ന് നോക്കണം, കിടപ്പാണ്. അപ്പൊ എറണാകുളമാണ് അന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യണ, എല്ലാം എറണാകുളത്താണ്. അപ്പൊ വടുതലേന്ന് ഒരു 5-6 കിലോമീറ്റർ 2-3 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ പടിഞ്ഞോട്ട് ഇങ്ങനെ ചെന്നപ്പോഴെന്താണെന്ന് വെച്ചാൽ കായലിന്റെ തൊട്ടരികത്താണ് വീട്. ഒരു കാല് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി കായലിലോട്ട് സുഗമമായിട്ട് ഇറങ്ങാം. അപ്പൊ ഞാൻ നോക്കുമ്പോ ഈ കാല് ഒരു വിരല് ഗാംഗ്രീൻ കൊണ്ട് പോയി, ഒരു വിരല് ഇങ്ങനെ തൂങ്ങി നിൽക്കാണ്, ഒരു കമ്പി കൊണ്ട് കെട്ടി വെച്ചേക്കാണ്. ഓഫൻസീവ് സ്മെൽ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, മനുഷ്യനെ പോലെ മനുഷ്യന്റെ ഇൻഫെക്ഷൻ, ശരീരത്തിന് ഇൻഫെക്ഷൻ വന്ന ഇത്രയും ഒരു സ്മെല്ല് വേറെ ഒരു ജീവിക്കുണ്ടാവും. ഭയങ്കര വലിപ്പമൊക്കെ മനുഷ്യൻ പറഞ്ഞോട്ടെ, അത് വേറെ കാര്യം. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോ എന്നോട് പറഞ്ഞാണ്, ഞാൻ ചോദിച്ചാൽ എന്താ എന്നെ വിളിച്ചത്, എന്നാ ഭയങ്കര ഒരു പരിചയമുള്ള ആൾക്കാരാണ് എന്നെ ഇവരുടെ റിലേറ്റീവ്സ്. അപ്പൊ അതായത് എന്റെ കാല് മറ്റേന്നാള് എന്റെ തൊട വെച്ച് മുറിക്കാൻ പോകുന്നു. കാരണം വിരലൊരു 3 പോയി, കറുത്ത് പുളിയുടെ കളറായി, ഒരു വിരൽ അടന്നു പോയി. അപ്പൊ ഇനി രക്ഷയില്ല, മുട്ടിന്റെ മുകളിൽ വെച്ചാൽ മുറിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ദൈവമേ, മുട്ടിന്റെ മുകളിൽ വെച്ച് മുറിക്കാൻ പോണ കാലൊക്കെ ഞാൻ എന്ത് ചെയ്യാനാണ്, ഒന്നാമത് വടുതലയിലാണ്, എനിക്ക് ഡെയിലി നോക്കണമല്ലോ. ആ ഒരു കാര്യം ചെയ്യും, പറ്റൂലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ഇവിടെ കായലാണ് ഈ കിടക്കണം, ഞാൻ ഒരു കാല് വെച്ചാൽ മതി. ഞാൻ നോക്കിയപ്പോ കറക്റ്റാണ്, യാതൊരു തടസ്സവും ഇല്ല. ഞാൻ ഇനി മതി, എനിക്ക് എത്രയും ജീവിതം അടുത്ത് കാല് മുറിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്, പിന്നെ അല്ലാണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യാനല്ലോ. ഓക്കെ. അതോടുകൂടി ഒരു 3 മാസത്തെ നിരന്തരമായ പരിശ്രമം. ഞാൻ ആ കമ്പി വെച്ച് കെട്ടിയ വിരലെടുത്ത് കളഞ്ഞ്, കാരണം അതിന് രക്ഷയില്ല, വെറുതെ കെട്ടി വെച്ചാൽ. പിന്നെ ഇൻഫെക്ഷൻ ഡെയിലി കഴുകി തുടച്ച് മെഡിസിൻ കൊടുത്തത് ആഴ്സനിക്കാൽബ് തന്നെയാണ് കൊടുത്തത്, ഡ്രൈ ഗാംഗ്രീൻ ആണ്. പിന്നെ ഞാൻ ഈ ഇൻഫെക്ഷൻസ് കൂടാണ്ടിരിക്കാൻ വേണ്ടി എക്കിനേഷ്യ ടിഞ്ചറൊക്കെ കൊടുത്തു. ആഴ്സനിക്കാൽബ് മെയിൻ ആയിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നു. 7 കിലോ ടിഞ്ചർ വെച്ച് തുടച്ചു ഡെയിലി രാത്രി അവരെ പോയി നോക്കി. ആ കാലെല്ലാം ഉണങ്ങി കംപ്ലീറ്റ് ഒരു 2 വിരല് പോയി, ബാക്കി വിരലുണ്ട്. ഒരു ദിവസം അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ജോൾ ഡോക്ടറെ, എന്റെ ഭർത്താവിന്റെ ഒരു അസുഖം വന്ന്, അപ്പൊ ലൂർദിലാണ് കാല് മുറിക്കാന്ന് പറഞ്ഞത്. പിന്നെ ലൂർദിലോട്ട് പോയില്ലല്ലോ. അപ്പൊ ഒരു ദിവസം ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ നിന്ന്, ഹസ്ബൻഡിന്റെ എല്ലാ കാര്യവും നോക്കണം, എന്റെ കാല് മുറിച്ചിട്ടില്ലല്ലോ, ഒരു വിരലല്ലേ പോയുള്ളൂ. അപ്പോ മുറിക്കണമെന്ന് പറഞ്ഞ ഡോക്ടറെ ഇതിലൂടെ നടന്നു പോവുകയാണ്. ഞാൻ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഡോക്ടർ മുറിക്കാൻ പോയ അതേ കാലാണ് കേട്ടാ, ഹോമിയോപ്പതി കൊണ്ടേ കുറഞ്ഞത്. അത്രേ ഉള്ളൂ. നമ്മൾ ദാറ്റ് ഈസ് ഇനഫ്, മതി ധാരാളം, കൂടുതൽ ഡോക്ടറോടൊന്നും പറയരുത് എന്ന് തമാശ പറഞ്ഞു. അപ്പോ നമ്മൾ നിരന്തരമായി ശ്രമിക്കണം കേട്ടോ. ഡ്രൈ ഗാംഗ്രീൻ ഒക്കെ ശരിക്കും നമുക്കൊരു ഹോസ്പിറ്റൽ വേണ്ടതാണ്. ഇതെന്തൊക്കെ പറഞ്ഞാലും അത് ഹോസ്പിറ്റലൊന്നും ഇല്ലല്ലോ. ഇപ്പോഴൊക്കെ എന്ന് വെച്ചാൽ ഡെയിലി വീട്ടിൽ പോക്കൊന്നും നടക്കൂല, അങ്ങനെ ഡോക്ടേഴ്സിന് പോകാൻ നേരം ഉണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വിടുന്ന കേസുകളാണ്. നമ്മൾക്ക് അവർക്ക് ഒരേ അവയവങ്ങളും ഒരേ കാലുകളെ തിരിച്ചു കൊടുക്കണം. രണ്ടാമത്തെ കേസ് ഡയബറ്റിക് ഗാംഗ്രീൻ ആണ്. ഡയബറ്റിക് ഗാംഗ്രീൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കടുപ്പമാണ്. അത് കാരണം ഫാസ്റ്റ് ആണ്. നമുക്ക് ഡ്രൈ ഗാംഗ്രീന് സമയം കിട്ടും. ഡ്രൈ ഗാംഗ്രീൻ എന്ന് പറയുമ്പോൾ കുറേശ്ശെയാണ് ആ ഭാഗത്തെ സെൽസ് മുഴുവൻ നെക്രോട്ടൈസ് ചെയ്ത് ബ്ലഡ് വെസൽസ് ഒക്കെ കട്ട് ചെയ്ത് പോവുകയാണ്. പക്ഷെ ഡയബറ്റിക് ഗാംഗ്രീൻ അറിയാലോ, ഒരു രക്ഷയുമില്ലാത്ത കേട്ടോ. അപ്പൊ എന്നോട് ഒരാൾ വന്നിട്ട് പറഞ്ഞ്, ഡോക്ടറെ, മെഡിക്കൽ ട്രസ്റ്റ് ഒരു പേഷ്യന്റ് കിടപ്പുണ്ട്, അതായത് കാൽപാദം വരെ മുറിച്ച്, ഇനി തൊട വെച്ച് മുറിക്കണം, പക്ഷെ അവരുടെ ഇനി 1 രൂപ പോലും ഇല്ല. അപ്പൊ ഡോക്ടർ ഞങ്ങളൊന്ന് സഹായിക്കണം. എന്നാ ശരി, സഹായിക്കാം എന്നും പറഞ്ഞ് മെഡിക്കൽ ട്രസ്റ്റിൽ ചെന്ന് നോക്കുമ്പോ ഈ മുറിച്ച കാൽപ്പത്തിയിലെന്ന് പഴുപ്പിങ്ങനെ ചാടുകയാണ്.
കെട്ടാനൊന്നും ഒരു രക്ഷയില്ല, കാരണം കാൽപ്പത്തി ഇല്ല. ആങ്കിളിന്റെ തൊട്ട് വെച്ച് കെട്ടി വെച്ചിട്ട് ഇങ്ങനെ പസ് പോകാൻ. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, എന്തായാലും കാല് മുറിക്കാൻ നിങ്ങളുടെ ഈ പൈസ ഇല്ല, അപ്പൊ ഡിസ്ചാർജ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എളമക്കരയിലാണ് കേട്ടോ. അപ്പൊ ഞാൻ പല വീട്ടിലും ചെന്നിട്ട് പറഞ്ഞു, ഒരു നിങ്ങളുടെ വീടിന്റെ ഒരു പോർഷൻ എനിക്ക് താ, ഞാൻ ഈ രോഗീനെ ഒന്ന് കിടത്തട്ടെ, 3 മന്ത് കഴിഞ്ഞാലേ ഇയാളുടെ കാലിലെ പഴുപ്പ് നിൽക്കുള്ളൂ. അപ്പൊ ഒരാള് പോലും തന്നില്ല മുറി. എന്താന്ന് വെച്ചാൽ ഈ രോഗിയുടെ അത്രക്ക് ഓഫൻസീവ് സ്മെല്ലാണ് കാലിലെന്ന് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവമേ മനുഷ്യനെ എങ്ങനെയൊക്കെ അലങ്കരിച്ച് തന്നിട്ടും കാര്യമില്ലെന്ന് ഞാൻ പലതവണ ഓർത്തു. അപ്പൊ മെഡിക്കൽ ട്രസ്റ്റിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ട് ഒരു പേഷ്യന്റിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മര്യാദക്ക് വീടിന്റെ പകുതിയും കൊടുത്തു തന്നു. അത് ഞാൻ വീട് മുഴുവൻ ഈ രോഗിയുടെ കൊണ്ടുവന്ന് കിടത്തും. അപ്പൊ തന്നെ അയാള് ഞാൻ എന്തുകൊണ്ടോ ഒരു പകുതി മുറി തന്ന് അവിടെ കിടത്തി. അപ്പൊ അതിലൊരു ഗുണം കിട്ടി. ഇതിലൊരു കമ്പൈൻ ഞങ്ങളൊരു എല്ലാം കൂടിയുള്ള ചികിത്സാ ക്രമമാണ് എടുത്തത്. അതായത് ഹൈ ഷുഗർ ആണ്. അപ്പൊ അവിടെ ദണ്ഡവാണി ഡോക്ടർ ഉണ്ട്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഷുഗർ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണം. ഞങ്ങളൊക്കെ ഭയങ്കര കണക്ഷൻ. അപ്പൊ ഡോക്ടർ അപ്പോൾ പറഞ്ഞു, ഞാൻ ഇൻസുലിൻ ഡെയിലി എടുത്തു കൊടുക്കാം, നഴ്സിനെ വിട്ടിട്ട് എടുക്കാം. അപ്പൊ അത്രയും 400 500 ഞാൻ ആ നിലയിൽ ഈ കാല് ശരിയാക്കാൻ പറ്റില്ല. അപ്പൊ ഓക്കെ, അങ്ങനെ എടുത്തു. അപ്പൊ എനിക്ക് വളരെ ആദ്യം ഞങ്ങൾ കണക്ഷനുള്ള ഒരു ആയുർവേദ ഡോക്ടറുണ്ട്. അദ്ദേഹം ഈ വേലിപ്പരത്തി എണ്ണ എന്നൊരു സാധനമുണ്ട്. അത് ഇൻഫെക്ഷൻ ഡയബറ്റിക് ഗാംഗ്രീന്റെ വിരലൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലൊരു എണ്ണയാണത് വേലിപ്പരത്തി. പക്ഷെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ആ വേലിപ്പരത്തി എണ്ണ എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അത് ഞാൻ പറഞ്ഞു തരും. ഡോക്ടർ എണ്ണ എത്ര വേണമെങ്കിലും ഞാൻ തരാം, പക്ഷെ ഞാൻ പറഞ്ഞു തരില്ല. ഞാൻ എന്തെങ്കിലും ആവട്ടെ, വേലിപ്പരത്തി എണ്ണ താന്ന് പറഞ്ഞാല് പച്ച നിറത്തിലെ എണ്ണയാണ്. ഭയങ്കര എക്സലന്റ് ആയിരുന്നു കേട്ടോ ആ ഡോക്ടർ, ഈ ആയുർവേദ ഡോക്ടർ. അപ്പൊ ഈ കട്ട് ചെയ്ത സർഫേസിൽ വേലിപ്പരത്തി എണ്ണ തുണിയിൽ മുക്കിയിടും, ഇൻസുലിൻ എടുക്കും, ബാക്കി മുഴുവനും നമ്മുടെ മരുന്ന്. ഗൺ പൗഡർ 3x ആണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ എക്കിനേഷ്യ ടിഞ്ചർ, ഹമ്മാമിലിസ് ടിഞ്ചർ, അങ്ങനെ രണ്ട് ടിഞ്ചേഴ്സും ഇടക്കിടക്ക് മാറിക്കൊടുത്ത് എക്കിനേഷ്യ ടിഞ്ചർ കൊടുത്തിട്ട് ഡെയിലി ഈ വേലിപ്പരത്തി എണ്ണയാണ് അവിടെ ഇൻഫെക്ഷൻ, അത് നന്നായിട്ട് അതിന്റെ ഉള്ളിൽ നിന്നുള്ള ടോക്സിൻസ് വലിച്ചെടുത്ത് ഇടക്കിടക്ക് തുണി മുക്കി ഇട്ടിട്ട്. പിന്നെ ഒരിക്കലും ഈ വൂണ്ടുകൾ ഡ്രസ് ചെയ്യരുത്. ഡയബറ്റിക് ഗാംഗ്രീന്റെയും ഡ്രൈ ഗാംഗ്രീന്റെ വൂണ്ടുകൾ എപ്പോൾ ഡ്രസ് ചെയ്യണം, അത് മുകളിലോട്ട് കയറി പോരും. പിന്നെ തുണിയിൽ നിന്നുള്ള നാരുകൾ. അപ്പൊ ഒരിക്കലും ഈ രോഗിക്ക് ഡ്രസ്സിങ് കൊടുത്തില്ല. ഒരു ടേബിൾ ഫാൻ വെച്ചിട്ട് ഇങ്ങനെ ഉണക്കി നിരന്തരം കൊടുത്ത് ഒരു 4-5 മാസം എടുത്തു. അപ്പൊ ഈ രോഗി ഈ മുറിച്ച കാല് വെച്ചിട്ട് പിന്നെ ഒരു ഭാഗം മുറിക്കേണ്ടി വന്നില്ല. അപ്പൊ ആ കാല് കുത്തി ക്ലിനിക്കിൽ വന്നു. കാരണം പെരലുകൾ ഇല്ലെങ്കിലും ആ കാല് ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ കുത്താനായി കംപ്ലീറ്റ് ഹീൽ ചെയ്തു. അപ്പൊ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വിടുന്ന കേസുകളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇപ്പോഴാന്ന് വെച്ചാൽ എനിക്ക് പോലും ഇത് സാധ്യമാവൂല, കാരണം ഇത്രയും സ്ട്രെയിൻ എടുക്കാൻ പറ്റൂല. അതുമല്ല, എറണാകുളം എന്ന് പറയുമ്പോൾ അത്രയും മെഡിസിൻ ഉണ്ടായിരുന്നു ആ സ്റ്റോറിൽ, എന്ത് മെഡിസിനും കിട്ടും. കിടന്ന് ഓടണ്ട ഇനി. അപ്പൊ ഒരു ഹോസ്പിറ്റൽ നമ്മൾക്ക് വേണം. എന്നാലും ഇനി ഇതൊക്കെ കേട്ട് ആവേശം മൂത്ത് ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഡെയിലി ഇത് ഇവിടെ പോയിട്ട് ക്ലീൻ ചെയ്യണം. അത്ര സ്ട്രെയിനാണ് എടുത്തത് ഈ കേസിൽ. അതുകൊണ്ടാണ് നമ്മൾക്ക് എന്ത് കേസ് വേണമെങ്കിലും എടുക്കാം. പക്ഷേ നമ്മൾക്ക് ഒരു കൂട്ടായ്മയും രോഗികളെ കിടത്താനുള്ള സൗകര്യവും ഇല്ലാതെ ഇത്രയും കേസുകൾ എടുക്കാൻ സാധാരണ താല്പര്യമില്ല. അപ്പൊ അവിടെ തന്നെ അപ്പൊ അടുത്തൊരു കേസിൽ എന്താന്ന് വെച്ചാൽ, ഒരു പേഷ്യന്റ് ഇങ്ങനെ ബോധം ഇല്ലാണ്ട് കിടക്കുകയായിരുന്നു. എളമക്കരയിലാണ് കേട്ടോ. അത് അവിടെയാണ് എന്റെ എല്ലാ കേസുകളും ഞാൻ മര്യാദക്ക് മര്യാദക്ക് എല്ലായിടത്തും നോക്കി. പക്ഷെ അപ്പോ ഒരാളെ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഒരാള് ബോധമില്ലാണ്ട് കിടക്കുന്നു. അപ്പൊ ഞാൻ അവിടെ ന്യൂ ആണ് കേട്ടോ, പുതിയതാണ്, ഞാൻ അവിടെ വന്നിട്ടില്ല എളമക്കരയിലോട്ട്. അപ്പൊ ഞാൻ എറണാകുളം ESL ഉണ്ടായിരുന്നു 2 കൊല്ലം മെഡിക്കൽ ഓഫീസറായിട്ട്. അപ്പൊ അവിടുത്തെ പേഷ്യൻസിന്റെ റിലേറ്റീവ് ആണിത്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഓട്ടോറിക്ഷയിൽ ചെന്ന് നോക്കുമ്പോ ഇയാള് ഓർമ്മയില്ലാണ്ട് കിടക്കുകയാണ്. അപ്പൊ ഞാൻ പൾസൊക്കെ പിടിച്ച് നോക്കിയപ്പോ പൾസിനൊന്നും വലിയ കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞേ അവിടെ കിടന്നോട്ടെ, ഞാൻ വീട്ടിൽ വന്നിട്ട് അന്ന് ചൈനയാണ് കൊടുത്തു. മറക്കാൻ പറ്റൂല മെഡിസിനൊന്നും. ചൈന ഒരു 2 hourly ചുണ്ടിൽ ഇറ്റിച്ചു കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല.
ബോധം വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോന്ന് പിറ്റേ ദിവസം ഞാൻ രാവിലെ ഒരു 6 മണിയായപ്പോ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു. കുറച്ച് ദൂരമുണ്ട്. ചെല്ലുമ്പോ ഈ രോഗി എഴുന്നേറ്റിരുന്ന് പുട്ട് തിന്നാണ്. ഒരു പുട്ടും കടലയൊക്കെ കഴിക്കുന്നു. ഒരു കുറെ ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല എന്തിനാണ് ഇപ്പൊ ഇത് രോഗി എഴുന്നേറ്റല്ല, പിന്നെ എന്തിനാണ് എല്ലാരും കൂടി ഇവിടെ കൂടി? അതെന്താന്ന് വെച്ചാലേ ഇന്നലെ ഡോക്ടർ മരുന്ന് ബോധയില്ലാണ്ട് കിടക്കണ ആൾക്ക് മരുന്ന് തരാമെന്നും പറഞ്ഞ് പോയിട്ട് ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഡോക്ടറെ ഇവർക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഈ രോഗീനെ ആശുപത്രിയിൽ കൊണ്ടുപോകാണ്ട് നിങ്ങൾ ഇവിടെ ഇട്ട് കൊല്ലാൻ പോവേണ, ഹോമിയോപ്പതി മരുന്ന് വെച്ചോണ്ടിരിക്കണ. അത് അന്ന് നല്ല റിമോട്ട് ഏരിയ ആണല്ലോ നമുക്കറിയാം. നന്നാവും, ഇയാളീ കിടപ്പിൽ മരിച്ചു പോകും. ഇവര് ചുണ്ടിലിറ്റിച്ചു കൊടുത്ത് രാത്രി ഒരു 6-7 മണിയായപ്പോ രോഗി എഴുന്നേറ്റ് കഞ്ഞി കുടിച്ചു. അപ്പോഴും ഞാൻ അവിടെ ചെല്ലണം കൂടി ഇല്ലല്ലോ. അപ്പൊ അവര് പറഞ്ഞേ, ഇത് ഈ ഡോക്ടറെ ഞങ്ങക്ക് അറിയാം, എറണാകുളം ESAയിൽ 2 കൊല്ലം ഞങ്ങളുടെ ഡോക്ടറെ പേഷ്യന്റ് ആണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വിശ്വാസം. അതൊരു ദൈവത്തിന്റെ ഒരു കൈത്താങ്ങില്ലാണ്ട് നമുക്ക് ഇങ്ങനത്തെ രോഗികളൊന്നും ചികിത്സിക്കാൻ പറ്റും. ഇന്നൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെ മരുന്ന് കൊടുത്തിട്ട് രോഗി എഴുന്നേറ്റോളൂന്ന് പറയാൻ ഇത്രയും കേസുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇപ്പൊ തോന്നൂല. എഴുന്നേറ്റിട്ട് പോവാന്നോർത്ത് അവിടെ ഇരിക്കും. ഇവിടെ തിരിച്ചാണ് ചെയ്തത്. അതായത് വന്നിട്ട് മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞാൽ എഴുന്നേറ്റോളും എന്ന് പറഞ്ഞു. അപ്പോ ഇത് നമ്മുടെ ഹോമിയോ മരുന്നിന്റെ ദൈവത്തിന്റെയും കൂടിയുള്ള ഒരു ശക്തി മാത്രം. പിന്നെ ഡോക്ടർമാരെപ്പോഴും അത് എല്ലാ രോഗങ്ങളെയും വളരെ ഗൗരവമായി തന്നെ പരിഗണിക്കണം. ഒരാളുടെ കാൽവിരൽ എല്ലാവർക്കും വേദന, അത് അയാൾക്ക് ആ രോഗിക്ക് വലുതാണ്, അപ്പൊ അത് കൺസിഡർ ചെയ്യണം. ഒരാൾക്ക് കഴുത്തിനായിരിക്കും വേദന, അപ്പൊ അയാൾക്ക് തലവേദനയാണ്. ഈ വിരലിന് വേദന ഇത്ര നിസ്സാരമാണ്. അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. ഓരോ രോഗിക്കും അവരുടേതായ നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ അത് ഓരോ രോഗിനെ നമ്മൾ അതേ ഗൗരവത്തിൽ, ഒരാൾക്ക് ചെറിയ കാര്യം, ഒരാൾക്ക് വലിയ കാര്യം, അപ്പൊ അതൊന്നും നമ്മൾ പരിഗണിക്കും. കൺസിഡർ ആ പേഷ്യന്റിനെ മാത്രം നോക്കും. പിന്നെ അപ്പൊ നമ്മൾ ക്യാൻസർ വന്നിട്ട് അടുത്ത കേസാണ് ബ്രസ്റ്റ്. എൻ്റെ ഒരു പേഷ്യന്റിന്, എൻ്റെ പേഷ്യന്റ് അല്ല, കച്ചേരിപ്പിടിക്കയിൽ നിൽക്കണ ഒരു ഫാർമസിസ്റ്റ്. അപ്പൊ ഞാൻ അന്ന് ഞാൻ ഇവിടെ കോലടി മെഡിക്കൽ ഓഫീസറാണ്. ഇവര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഞാൻ തൃശ്ശൂർക്ക് പോകുന്നു, പറഞ്ഞു ഡോക്ടറെ ഒരു ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞു ഡോക്ടറെ, ഇനി അടുത്തത് എടുത്ത് കളയണമെന്നാണ് പറയണത്, കാരണം അതിലിപ്പോ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും വ്യാപിക്കും. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇങ്ങോട്ട് വരൂ, കീമോ ഇവിടെ ഞാൻ ചെയ്യിപ്പിക്കാം, എന്നിട്ട് ബാക്കി ഞാൻ നോക്കാന്ന് പറഞ്ഞു. ഇവര് ഇവിടെ വന്നു. അന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഓങ്കോളജി തുടങ്ങിയിട്ടില്ല. അപ്പോ ഒരു 8-10 ഇഞ്ചക്ഷന്റെ സിറിഞ്ച് അങ്ങോട്ട് മേശപ്പുറത്ത് നിരത്തി വെക്കും. എന്നിട്ട് ഒന്നൊന്നായിട്ട് അങ്ങോട്ട് ചെയ്യും. വെറുതെ ഇരുത്തിയിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പൊ 50,000-1,00,000 രൂപയൊന്നും വേണ്ട കേട്ടോ, ഗവൺമെന്റ് ആശുപത്രിയാണ്. അതങ്ങോട്ട് കഴിയുമ്പോ രോഗികളങ്ങോട്ട് നിലത്ത് കിടന്നോട്ടൊരു പെടയലുണ്ട്. അപ്പൊ ഒരാളങ്ങനെ പെടഞ്ഞിട്ട് പറയണേട്ടാ, കുറെ രോഗികളുണ്ട്. എന്റെ പേഷ്യന്റിനെ ഞാൻ കീമോ കഴിഞ്ഞ് ഇങ്ങനെ കിടത്തുമ്പോ പറയണ, ഞാനിനി മേലാൽ സിഗരറ്റും ബീഡിയും വലിക്കൂല, ഒരു സാധനവും ഞാൻ കുടിക്കൂല. എന്താണ് ഈ 8-12 ഇഞ്ചക്ഷനാണ്, കാരണം ലങ് ക്യാൻസർ ആണ്. ഞാൻ പറഞ്ഞു, അയ്യോ ഇനി എന്തിനാണ് കുടിക്കാണ്ടിരിക്കണത്, എല്ലാം കഴിച്ചോളൂ, കാരണം നമ്മുടെ നിയന്ത്രണത്തിനല്ലല്ലോ നമ്മളുടെ കൊതികളും ഒക്കെ. അതുകൊണ്ട് ഞാൻ പറയും, താങ്കൾ ഇനി ഒന്നും വേണ്ടെന്ന് നോക്കണ്ട, ഇഷ്ടമുള്ള എല്ലാം കഴിച്ചോളൂ. അപ്പൊ ആള് ശരിയാണോ പറഞ്ഞു, ഞാൻ ആരാണെന്ന് അവർക്ക് അറിഞ്ഞൂടെ. അവനെ ശരിയാ, എല്ലാം കഴിച്ചോ. കാരണം എന്താണ്, കുട്ടപ്പ സാർ അത് തന്നെയാണ് പറയുന്നത്, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്. ക്യാൻസർ ആയിട്ട് നിങ്ങൾ ഇനി എല്ലാം കഴിച്ചു. ഇതൊക്കെ കഴിക്കാൻ മുമ്പ് കഴിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് അസുഖം വരില്ല. അസുഖം വന്നു കഴിഞ്ഞിട്ട് ഇനി കഴിക്കാണ്ടിരുന്നിട്ട് എന്തിനാ എന്ന്. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് സാറും പറയുന്നത്. അപ്പൊ എന്റെ പേഷ്യന്റിനെ ഞാൻ എറണാകുളത്തോട്ട് വിട്ടിട്ട് ഞാൻ പറഞ്ഞു, കീമോ 5 കഴിഞ്ഞു, അടുത്ത ബ്രസ്റ്റ് റിമൂവ് ചെയ്യണ്ട. 1 ഇഞ്ച് ക്യാൻസറിന്റെ സെൽസ് ഇനി ബോഡിയിൽ വരില്ല. കാരണം മെഡിക്കൽ കോളേജിൽ അത്രയും നല്ല കറക്റ്റ് ഡോസ് എല്ലാമാണ്. കീമോ കഴിഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു, മലാൻഡിനൻ 200 ഒരാഴ്ച കഴിക്കുക, ഒരാഴ്ച ബ്രേക്ക് ഇടുക. മലാൻഡിനം നമ്മുടെ എത്രയോ ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യമാണ്. അത് അവര് ഹോമിയോ മരുന്നിന്റെ സ്റ്റോറിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എന്താണ്, അവർക്ക് പ്രത്യേകിച്ച് ഒരു മരുന്നിന്റെ ആവശ്യമില്ല. ഇന്ന് 32 വർഷമായി 1 ഇഞ്ച് അവരെ എല്ലാ കൊല്ലവും ചെക്ക് ചെയ്യും. ഒരു ചെറിയ വേദന വരുമ്പോഴേ പോയി ചെക്ക് ചെയ്യും, ക്യാൻസർ ആണെന്ന് പറയും. ഞാൻ നിങ്ങൾ ദിവസവും പോയിട്ട് ഡോക്ടർമാർക്ക് പൈസ കൊടുക്കും, പക്ഷെ മലാൻഡറിനെ മുടക്കരുത്. അതായത് ഇന്റർമീഡിയന്റ് ആയിട്ട് മതി. പിന്നെ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും ഞാൻ കാൽസിനോസിന് 1 ഡോസൊക്കെ കൊടുക്കും, 1 കൊല്ലം കൂടുമ്പോഴൊക്കെ.
പക്ഷെ മലാണ്ടരം നിർത്തരുത്. ഇന്നും അവർ ജീവിച്ചിരിക്കണം. പക്ഷെ അവരുടെ ഹസ്ബൻഡ് നല്ല കുടിയായിരുന്നു. ഒരു 3 മാസം മുമ്പ് എനിക്ക് പോയി നോക്കാനുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ലങ് ക്യാൻസർ വന്നു. അദ്ദേഹം മരിച്ചു വിത്തിൻ 3 മന്ത് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം. പക്ഷേ ബ്രസ്റ്റ് ക്യാൻസർ വന്ന ഈ പേഷ്യന്റ് 32 കൊല്ലം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ സ്റ്റോറിൽ നിൽക്കണതിന്റെ ഗുണമാണ് നിങ്ങൾ എല്ലാ ദിവസവും ഡെയിലി ഒരു ഡോസ് കഴിക്കുക. അങ്ങനെ നമ്മൾക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. രോഗി നല്ലതായിരിക്കണം. അവരുടെ ഹസ്ബൻഡ് ഭയങ്കര കുടിയാണ്. ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ ആ ലങ് ക്യാൻസർ എടുക്കൂല, എത്രയോ കൊല്ലമായി കുടിക്കുന്നത്, ഇനി കുടിച്ചോട്ടെ. അല്ലാണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. ഇത് രോഗികളും ഒരു ഡോക്ടറിന്റെ മുന്നിൽ ഒരു രോഗി എത്തുമ്പോ അത്രയും റൂയിൻഡ് ആയിട്ട്, അതായത് അത്രയും ശരീരം നശിപ്പിച്ചിട്ട് ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലരുത്. കാരണം ഡോക്ടറാണ് എന്ത് വേണം ചെയ്യുമെന്ന് വിചാരിക്കുന്നത്, ഓരോ രോഗി അത് വിചാരിക്കും. അങ്ങനെ ശരീരം നശിപ്പിച്ച് ICUലോട്ട് നേരെ കയറ്റാൻ പാകത്തിന് ഒരു രോഗി കുറേയൊക്കെ അവനവന്റെ കൺട്രോളിലാണ്. പിന്നെ ബാക്കി നമ്മുടെ മെഡിസിൻ എന്തും. പിന്നെ അതാണ് മയസം ഒക്കെയാണെന്നെങ്കിലും രോഗിയുടെ ചുറ്റുപാട്, അതാണ് ഞാൻ തുടക്കവും പറയുന്നത്, ചുറ്റുപാടുകളാണ് ഒരാളെ രോഗിയാക്കുന്നത്. കൂട്ടുകാർ മദ്യം കൊടുത്ത് എല്ലാ ദിവസവും കുഴിമന്തി പോയി കഴിച്ച് റെഡ് മീറ്റ് കഴിക്കരുതെന്ന് പലതവണ പല കാര്യത്തിലും പറഞ്ഞു. പക്ഷെ റെഡ് മീറ്റ് മാത്രമേ കഴിക്കുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. പാവം ശരീരം. പിന്നെ അടുത്ത കേസ്, കേരള വർമ്മയില് പ്രൊഫസറായിരുന്ന ഒരു സാറ്. അപ്പൊ അദ്ദേഹത്തിന് ചുമയിരുന്നു, നിർത്താതെ ചുമ, ലങ് അരിച്ചു പറക്കി. ഇനി പെറ്റ് സ്കാൻ വരെ എടുത്തു. ഇനി ലങ്ങിൽ വല്ല പ്രശ്നം, ലങ്സിൽ വല്ല പ്രശ്നം, പെറ്റൊക്കെ എടുത്ത് ഓൾ ബോഡി എടുത്തില്ല. ആ പെറ്റ് ലങ്ങല്ലേ, ലങ്സ് അല്ലേ, നമ്മളതാണ്. ഒരു ഓർഗന് രോഗം വന്നാൽ ആ ഓർഗന്റെ രോഗം ഒരിക്കലും അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇത് അയൽക്കാരെ തമ്മിലുള്ള തല്ലുപിടുത്തം പോലെയാണ്. അടുത്ത ഇവരെ ഉപദ്രവിക്കുന്നത്. നമ്മൾ ലെൻസിന്റെ മുഴുവൻ ടെസ്റ്റ് കൊടുക്കും. ഇനി ലെൻസ് വേണമെങ്കിൽ അഴിച്ച് കഴുകേണ്ടി വരും. അതേപോലെ ടെസ്റ്റുകളൊക്കെ എടുക്കും. ഒരു കുഴപ്പമില്ല, ചുമ മാറുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഓർഗൻ കുറ്റക്കാരനാണെന്ന് വെച്ചാൽ അതല്ല ശരിക്കും അതിന്റെ കാരണം. രാവിലെ എഴുന്നേറ്റിട്ട് നിരന്തര ഛർദി, എഴുന്നേറ്റ് അപ്പൊ തന്നെ ഛർദി. ഒരു കേസ് എന്താണ്, ആ വയറ് മുഴുവൻ അരിച്ചു പിറക്കി, പക്ഷെ ഒന്നുമില്ല. എന്തായിരുന്നു, ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. ആ ബ്രെയിൻ ട്യൂമർ ആണ് ഈ മോർണിംഗിൽ കണ്ണു തുറക്കുമ്പോ തന്നെയുള്ള വൊമിറ്റിങ് കാണിക്കണം. അപ്പൊ എവിടെ കിടക്കുന്ന കാര്യങ്ങൾ. അതാണ് നമ്മുടെ ശരീരത്തിന് ഒരു കാരണവശാലും വിശ്വസിക്കരുത്. അത് അതാണ് നമ്മുടെ ഡോക്ടേഴ്സിനോടും പറയാനുള്ളത്. ശരീരവും നമ്മളെ ചതിക്കും. അപ്പോ അത് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു ആ വോമിറ്റിങ്. നമ്മൾ വയറിനെയാണ് കുറ്റപ്പെടുത്തുന്നത്, വയറാണ് ഛർദിപ്പിക്കണേന്ന് ഓർത്ത്. ഇവിടെ എന്തായിരുന്നു, ചുമ. അവസാനം ദയയില് കുറച്ച് നല്ല ഡയഗ്നോസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ദയ ഹോസ്പിറ്റലിൽ തൃശ്ശൂർ. ഇവിടെ കൊണ്ടുവന്ന് കിടത്തി അവരെന്ത് ചെയ്ത്, ലങ് മുഴുവൻ നോക്കിയതല്ലേ, അബ്ഡോമൻ സ്കാൻ ചെയ്തു. അപ്പൊ എന്തു പറ്റിയെന്നറിയാമോ, റീട്രോ പെരിറ്റോണിയൽ ലൈപ്പോസാർക്കോമ. കൊഴുപ്പ്, അതായത് നട്ടെല്ലിനും ഒമന്റത്തിനും ഇടക്കുള്ള ഭാഗം കംപ്ലീറ്റ് കൊഴുപ്പാണ്. ആ ഭാഗത്തുള്ള സാർക്കോമയാണ്. വാട്ട് ഈസ് സാർക്കോമ? സാർക്കോമ എന്താണ്, കണക്റ്റീവ് ടിഷ്യൂ അല്ലെ, കണക്റ്റീവ് ടിഷ്യൂവിന്റെ ക്യാൻസർ ആണ് സാർക്കോമ. അതായത് ബ്ലഡ് മുതൽ നമ്മുടെ ലിംഫ്, ബ്ലഡ്, കൊഴുപ്പുകൾ എല്ലാം കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതിന് വന്ന മാലിഗ്നൻസിയാണ് സാർക്കോമ. അതുകൊണ്ടാണ് ഇത് റീട്രോ പെരിറ്റോണിയത്തിന്റെ പുറകിൽ, അതാണ് റീട്രോ, ബാക്കിൽ റീട്രോ പെരിറ്റോണിയൽ ലൈപ്പോസാർക്കോമ. അപ്പോ സാർക്കോമ. അപ്പൊ കാർസിനോമ എന്താണ്, എപ്പിത്തീലിയൽ സെൽസിന് വന്ന ക്യാൻസേഴ്സ് ആണ്. എപ്പിത്തീലിയൽ സെൽസ് എന്തൊക്കെയാണ്, സ്കിന്നാണ് അതിന്റെ ഏറ്റവും മേജർ സാധനം. അപ്പൊ സ്കിന്നിലൊക്കെ വരുന്നത് കാർസിനോമയും, ബോണിൽ വരുന്നതും ബ്ലഡിൽ വരുന്നതും എല്ലാം സാർക്കോമയും. ബ്ലഡ് അതായത് കൊഴുപ്പുകളിൽ വരുന്നത് ലിംഫൊക്കെ സാർക്കോമ. അപ്പോ ഇത് കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. അതിനുശേഷം കുട്ടപ്പ സാർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലെ ക്യാൻസറിന്റെ ഹെഡാണ്. അദ്ദേഹം റിട്ടയർ ട്രിവാൻഡ്രത്താണ്. എക്സലന്റ് ആണ്. അത് സാറ് എന്റെ ഗുരുനാഥനാണ്. അതായത് മെഡിക്കൽ കോളേജിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെന്ന് ഏത് കേസും കാണാമായിരുന്നു. അത്രയും ഇപ്പോഴുണ്ട് സാറ്. ഞാൻ പറയും ബഹുമാനിക്കപ്പെടേണ്ട ഒരു ഒരു ബിഷഗുരനാണ്. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് പോയൊന്ന് സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തിട്ട് വരുമെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞ് 5 വർഷത്തിനുള്ളിൽ ഇത് രണ്ടാമത് വന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. വിത്തിൻ 5 years ഇത് രണ്ടാമത് വന്നില്ലെങ്കിൽ ഓക്കെയാണ്, ജോലി എന്താന്ന് വെച്ചാൽ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു.
ചില കേസുകൾ ഞാൻ ചോദിക്കും, പറയും ജോലി അത് ഹോമിയോ എടുക്കണ്ട കേട്ടോ, ഞാൻ അത് പെട്ടെന്ന് റിമൂവ് ചെയ്യണം. അത് ശരിയാണ്. ഹൈപ്പർ പാരാതൈറോയിഡിസത്തിൽ ആ സിംഗിൾ നോഡുകൾ അവിടെ ഇരുന്ന രോഗി നശിച്ചു പോകുള്ളൂ. പക്ഷെ ആ സാധനം എടുത്തു കളഞ്ഞാലോ എത്രയോ റിലാക്സ്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞാണ് ഹൈപ്പർ പാര. അപ്പൊ സാർ എന്നോട് പറഞ്ഞു ഹൈപ്പർ പാരയിൽ ആ നോഡ്യൂൾ എടുത്ത് കളയാം, അല്ലെങ്കിൽ അത് ഒരു സോളിറ്ററി നോഡ്യൂളായി ഇരുന്നുകൊണ്ട് കംപ്ലീറ്റ് പിന്നെ ഹൈപ്പർ പാരാതൈറോയ്ഡ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്ത് നശിപ്പിക്കും. അങ്ങനെ അപ്പൊ ഞാൻ സാറ് ഓക്കെ അത് എടുത്തു കളഞ്ഞോളൂ എന്ന് പറയും. പക്ഷെ ഇത് എന്നോട് പറഞ്ഞു ഇത് ശ്രദ്ധിക്കൂ, ജോലിക്ക് പറ്റുമെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ സാറിനെ ഞാൻ വിളിച്ചു. നമ്മള് അതിന് സാർക്കോമെ കാൽക്കേരിയ ഫ്ലോർ വളരെ എഫക്റ്റീവാണ്. കാരണം അതിൽ എഴുതിയിട്ടുണ്ടല്ലോ അഡിഹഷൻസ് പ്രിവെന്റ് ചെയ്യും. കാൽക്കേരിയ ഫ്ലോർ കൊടുത്തു, പിന്നെ ലാക്ടിസാൽവ് കൊടുത്തു. അതായത് കാൽക്കേരിയ ഫ്ലൂറോ സിലിക്കേറ്റ് ലാക്ടിസാൽവ്, അതിലെല്ലാം ഉണ്ട്. സാർക്കോമെ കാഴ്സിനോമെ അതിലില്ലാതെ ഒന്നുമില്ല ലാക്ടിസാൽവ്. അപ്പൊ അതാണ് പിന്നെ ലാസ്റ്റ് 3x ഇങ്ങനെ കൊടുത്തിട്ട് മലാൻഡ്രിനും കൊടുത്തു. അതിനുശേഷം ഇന്ന് 8 വർഷം കഴിഞ്ഞു, റിക്കർ ചെയ്തില്ല. 5 വർഷം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കുട്ടപ്പ സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി റിക്കർ ചെയ്യില്ലെന്ന്, എങ്കിലും ഇടക്ക് ഒരു ലാപ്പിസാൽവ് കഴിച്ചോളൂ. പക്ഷെ ഇന്ന് വരെയും ഒരു സ്ഥലത്ത് വ്യാപിച്ചിട്ടില്ല. അപ്പോ അത് മരുന്നിന്റെ കറക്റ്റ് സെലക്ഷനും ഈ രോഗി മര്യാദക്ക് മരുന്ന് കഴിക്കുന്നത് കൊണ്ടും ആണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. അപ്പോ ഓരോ രോഗിനെയും നമ്മൾ ഒരു സ്ട്രെസ്സിൽ നിന്നാണ് രക്ഷപ്പെടുത്തുന്നത്. കാരണം ഇനി വരുമോ ക്യാൻസർ ഇനി വരുമോ. അപ്പൊ ഞാൻ ഇവരോട് എല്ലാവരോടും പറഞ്ഞു നിങ്ങൾക്കൊന്നും ഇനി വരൂല. പക്ഷെ എല്ലാ ക്യാൻസറും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല. കാരണം അതിന്റെ അത്രയും ചിലതിന് അത്രയും സിവിയർ ടൈപ്പ് ആയിരിക്കും. പക്ഷെ എത്ര സിവിയർ ടൈപ്പ് ആണെങ്കിലും മാക്സിമം നമ്മൾ പരിശ്രമിക്കണം. മാക്സിമം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയുന്നതിന്റെ മാക്സിമം പരിശ്രമിക്കും. പിന്നെ മെഡിസിനൊക്കെ ഏത് പൊട്ടൻസി ആണെന്ന് ചോദിച്ചിട്ടുണ്ട് ഡോക്ടറെ. ആരാണ് മാഡം? ലാപ്പിസാൽബ്, കാൽക്കേരിയ ഫ്ലോർ, മലാൻഡ്രിന് അതെല്ലാം പൊട്ടൻസി. മലാൻഡ്രിൻ നമ്മൾ കൊടുക്കുമ്പോ 200 തന്നെയാണ് കൊടുക്കണം. കാരണം അതൊരു നോസോഡല്ലേ. നോസോഡൊക്കെ 200 കുറച്ച് കൊടുക്കൂല, അധികം റിപ്പീറ്റ് ചെയ്യൂല. അതാണ് മലാൻഡ്രിനെ ഒരാഴ്ച കൊടുത്ത ഒരാഴ്ച പിന്നെ കൊടുക്കൂല. പിന്നെ കുറെ കഴിയുമ്പോ 15 ദിവസം കൊടുത്തിട്ട് പിന്നെ ഒരു 15 ദിവസം ബ്രേക്ക് ഇടും. മലാൻഡ്രിന് നോസോഡാണ്, അങ്ങനെ കൊടുക്കണം. പക്ഷെ ആവശ്യത്തിനൊരു ഡോസ് കൊടുക്കണം. കാരണം നമ്മൾ ഇവിടെ പ്രതിരോധിക്കാണ്, വേറെ ഒരു സെല്ലിലോട്ടും പോവാൻ പാടില്ല. അങ്ങനെ പ്രതിരോധി. കാൽക്കേരിയ ഫ്ലോറൊക്കെ നമുക്ക് ഒരു 3x ബോറിക്കിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നോ ഫ്രീക്വന്റ് റിപ്പീറ്റേഷൻ. അപ്പൊ നമ്മൾ കാൽക്കേരിയ ഫ്ലോർ ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യം കൊടുത്ത് ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കും. അപ്പൊ കാൽക്കേരിയ ഫ്ലോർ ഇങ്ങനെ ഭീകരമായി റിപ്പീറ്റ് ചെയ്തെന്ന് പറയണത് കൊണ്ടാണ് നമ്മൾ ലാപ്പിസാൽബിലോട്ട് പിടിച്ചത്. ലാപ്പിസാൽബ് കുഴപ്പമൊന്നുമില്ല, അത് ഫ്രീക്വന്റ് റിപ്പീറ്റേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കാൽക്കേരിയ ഫ്ലൂറോ സിലിക്കേറ്റ എന്തൊരു സുന്ദരമായ കോമ്പിനേഷനാണ് നമുക്ക് ഹനിമാൻ, നമ്മുടെ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ മാസ്റ്റർ നമ്മുടെ തരുന്നത്. അപ്പൊ ഞാൻ ആ കേസിന് ഞാൻ കാൽക്കേരിയ ലാപ്പിസാൽബിലോട്ട് മാറി. ലാപ്പിസാൽബ് ഫ്രീക്വന്റ് റിപ്പീറ്റേഷൻ പറയുന്നുണ്ട്. കാൽക്കേരിയ ഫ്ലോറിനെ കുറിച്ച് നമുക്ക് ഇനിയും വളരെ കൂടുതൽ സ്റ്റഡി ചെയ്യാനുണ്ട്. കാരണം അത് റിപ്പീറ്റേഷൻ അലവ് ചെയ്യാത്തൊരു മെഡിസിനാണ്. അപ്പൊ അതെന്തൊക്കെയാണ് നമ്മുടെ റിപ്പീറ്റ് ചെയ്താൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെന്ന് ഞാൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇനി ചോദിക്കാം കേട്ടോ. കാരണം ഇനി 15 മിനിറ്റ് ഉണ്ട്, അൺമ്യൂട്ട് ചെയ്യാം. കാരണം കേസുകൾ പിന്നെ നമ്മൾ മുടി വട്ടത്തിൽ കൊഴിഞ്ഞു പോകുന്ന അലോപേഷ്യ ഏരിയറ്റ, അത് വിൻകാമൈനർ വളരെ എഫക്റ്റീവാണ്. വിൻകാമൈനർ കൊടുത്ത് അത് നാച്ചുറോപ്പതി ഡോക്ടറാണ്. വിൻകാമൈനർ എന്നോട് ചോദിച്ചു ഇങ്ങനെ മുടികൾ അവർക്ക് കാണാൻ പറ്റണില്ല, ബാക്കിലല്ലേ തലയുടെ ഉള്ളില്. അപ്പോ പിന്നെ എന്നെ കണ്ടപ്പോ പറഞ്ഞു നോക്കിയേ, ഞാൻ തടഞ്ഞു നോക്കുമ്പോ കംപ്ലീറ്റ് മുടി. അപ്പൊ ഞാൻ ചോദിച്ചു അതെങ്ങനെ മനസ്സിലായി? പിന്നെ വിരലുകൾ എന്തിനുള്ളതാണ്? ഏറ്റവും സെൻസ് കണ്ണിനൊപ്പം നിൽക്കും വിരല്. അത് മറന്നുപോയി. ഞാൻ ചോദിച്ചു അപ്പൊ എങ്ങനെ മനസ്സിലായി മുടി വന്നെന്ന്? ഞാൻ പുറകിലല്ലേ. നിറച്ചിങ്ങനെ നിങ്ങൾ പിടിച്ചു നോക്കാൻ പറ്റില്ല സ്കിൻ മൊത്തം. വിൻകാമൈനർ പിന്നെ ടിഞ്ചർ വെള്ളത്തിൽ ചാലിച്ച് ഇങ്ങനെ കൊടുക്കും. പിന്നെ ഒരു കേസ് എന്ന് പറഞ്ഞാല് ചില കേസുകൾ ദൈവം നമുക്ക് നേരിട്ട് പറഞ്ഞു തന്നെ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം 40-45 വർഷമായിട്ട് ഒന്നുമല്ല കേട്ടോ, പ്രാക്ടിക്കൽ ഫീൽഡില് അപ്പ നമ്മൾ നോക്കിയ ഏത് കേസും അതാണല്ലോ പറഞ്ഞ ഓരോ കേസും നോ അൺപ്രജുഡ്യൂസ്ഡ് ഒബ്സർവർ ആണ്. ഞാൻ ആ കേസ് ക്യൂറാക്കി, അതുകൊണ്ട് ഇത് ക്യൂറാക്കാം. ആ ധാരണയിൽ ഒരു രോഗിനെ നോക്കാൻ പറ്റും. ദ ഫിസിഷ്യൻ ഷുഡ് ബി അൺപ്രജുഡ്യൂസ്ഡ് അല്ലേ?
അപ്പൊ നമ്മള് ഞാൻ അയാൾക്ക് ആസ്മക്ക് ആ മരുന്ന് കൊടുത്തിട്ട് മാറി അല്ല. അപ്പൊ നമ്മുടെ ഹോമിയോപ്പതി തന്നെയാണ് അവിടെ കറക്റ്റ്. കാരണം ഈ പേഷ്യന്റ് വേറെയാണ്. അപ്പൊ ഞാൻ ജനിച്ചപ്പോ റോഡിൽ വണ്ടി ഓടിക്കണേന്ന് വേണ്ടി കാര്യമൊന്നുമില്ല. എപ്പോ ഇറങ്ങിയാലും കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിച്ചില്ലെങ്കിൽ ആക്സിഡന്റ് ഉറപ്പാണ്. അതുപോലെയാണ് പ്രാക്ടീസും. അതാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പെൺകുട്ടി ഉണ്ട്. ആ കുട്ടി ജനിച്ചപ്പം മുതലേ ആസ്മയുണ്ട്. അപ്പൊ അവരുടെ വീട് കുന്നംകുളത്താണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറാണ് ആ കുട്ടീനെ നോക്കുന്നത്. ആസ്മ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ആസ്മ. 14 വയസ്സായി. അപ്പൊ എല്ലും തോലും, അതായത് എല്ലും തോലും അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഈ 14 വയസ്സായ പെൺകുട്ടിക്ക്. അപ്പൊ എൻ്റെ അടുത്ത് വന്നപ്പോ ഞാൻ അതിശയിച്ചു, എന്ത് ചെയ്യും ഈ കുട്ടീനെ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഞാൻ അങ്ങനെ ആന്റിടാർട്ട് കൊടുത്തു. ആന്റി ആഴ്സ് 3x ആസും ന്യൂമോണിയയിലോട്ട് പോവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ആന്റി ആഴ്സ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. അല്ലെ ന്യൂമോണിയയിലോട്ടൊക്കെ ചിലപ്പോ പോകും. ഇൻഫെക്റ്റീവ് ആണല്ലോ. ഇൻഫെക്റ്റീവ് ആസ്മ ഉണ്ടല്ലോ, ഇൻഫെക്റ്റീവ് ആസ്മയും ഉണ്ട്. അങ്ങനെ ഇപ്പൊ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ ഇവര് ഒരു ദിവസം നല്ല മഴ വന്നില്ല. നമ്മുടെ ഒരു നവംബർ ഡിസംബർ കഴിഞ്ഞപ്പോൾ അടുപ്പിച്ച് മഴയെന്ന് പറഞ്ഞ 2 മാസം മഴ നിന്ന്. നവംബർ ഒരു മാസം മഴയെന്ന് തണുത്തിട്ട്. അപ്പൊ ഈ കുട്ടിക്ക് ആസ്മം വലിച്ചിട്ട് അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് കിടത്താം, എന്നിട്ട് നെബുലൈസേഷൻ കൊടുക്കാം. അല്ലാണ്ട് എന്ത് ചെയ്യും? കടുത്ത മഴയാണ്. അപ്പൊ ഇവർക്ക് ഒരു ഭാവഭേദം ഇല്ലടാ. ഇവരിക്കണേ ഞാനിപ്പൊ തന്നെ മരുന്നൊക്കെ കൊടുക്കും. 2 ദിവസം മരുന്ന് കൊടുക്കും. അപ്പൊ അന്ന് ആന്റിടാർട്ട് 200 ആസ്പിഡോസ്പെർമ കൊടുത്തിട്ടും കുറഞ്ഞില്ല. അപ്പൊ ഞാൻ ഓർത്ത് പിന്നെ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യാം. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യും? നമുക്കാണെങ്കിൽ ഒരു ഹോസ്പിറ്റലും ഇല്ല. അതാണ് ഈ ഹോസ്പിറ്റൽ ഇല്ലാത്തതിന്റെ കുഴപ്പം ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നോക്കിയപ്പോൾ ഈ സ്പോഞ്ചിയൊക്കെ കടുത്ത തണുപ്പ്, ഭയങ്കര അഗ്രവേഷനാണ് ആ സ്പോഞ്ചിയ പേഷ്യൻസിന്. മഴക്കാലമാണ്. അപ്പൊ ഞാൻ ഓർത്തേ കടുത്ത മഴക്കാലമല്ല, അപ്പൊ സ്പോഞ്ചിയാണ്. കാരണം കോൾഡ് എയർ ആൻഡ് അഗ്രവേഷൻ കോൾഡ് എയർ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ സ്പോഞ്ചി എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. കാരണം ഞാൻ തൈറോയ്ഡ് ആണല്ലോ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അപ്പൊ ഞാൻ സ്പോഞ്ചി എടുത്തത് ഒരു 10 ഡ്രോപ്സ് എവരി 2 അവർ കഴിക്കും. ഒരാഴ്ചയിൽ കുട്ടി ഉറങ്ങിയിട്ട് ഇത്ര മതി. ഇത് കഴിഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകണം. ഞാൻ വിളിച്ചു പറയാട്ടോ. വൈകുന്നേരം ഇപ്പൊ പറഞ്ഞ് വളരെയധികം കുറവുണ്ട്, കുട്ടി കിടന്നു. പിന്നെ ഒരു മരുന്ന് കൊടുക്കേണ്ടി വന്നിട്ടില്ല. 5 മന്ത് കഴിഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ സീസൺ മാറിയല്ലോ. സീസൺ മാറി അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്തു സ്പോഞ്ച് തന്നെ വേണമെന്ന് നോക്കാനായിട്ട്. പിന്നെ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനും എല്ലാം കൂടി നോക്കിയപ്പോ സ്പോഞ്ച് ഒരു 3 ഡ്രോപ്സ് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ 3 ഡ്രോപ്സ് വെള്ളത്തിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്പോഞ്ചിയൊക്കെ വളരെ വലിയ ഒരു റോളുണ്ട് ആസ്മയിൽ. നമ്മൾ ആസ്മക്ക് സ്പോഞ്ചി എടുക്കാറില്ല. അരേലിയ, ഗ്രഹിൻഡേലിയ, ലോബേലിയ, ബ്ലാറ്റ, ആസ്പിഡോസ്പെർമ, ഇവരെ ജസ്റ്റീഷ്യ, ഇവരെയൊക്കെയാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. പക്ഷെ കോൾഡ് എയറിൽ സ്പോഞ്ചിയ തൈറോയിഡിന് മാത്രമല്ല എന്നുള്ളത് അതൊക്കെ ക്ലിനിക്കൽ എക്സ്പീരിയൻസസ് ആണല്ലോ. അത് എന്റെ മാത്രമല്ല, എത്ര ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്നു. പിന്നെ സെലിനിയം ഉണ്ട് അല്ലെ. സെലിനിയും ടെല്ലൂറിയവും ഒറ്റ ഗ്രൂപ്പാണ് ആവർത്തന പട്ടികയിൽ. അപ്പോ ടെല്ലൂറിയത്തിന് സ്കിന്നിൽ വളരെ വലിയ ആക്ഷനാണ്. സോറിയാസിസ് ആണെങ്കിലും റിംഗ് വോം ആണെങ്കിലും എക്സിമ ആണെങ്കിലും ടെല്ലൂറിയം, സ്കൂക്കം ചക്ക്, ഈ 2 മെഡിസിൻസ്. സ്കൂക്കം ചക്ക് വളരെ എഫക്റ്റീവ് ആണ് ഡ്രൈ എക്സിമ. അതേപോലെ ടെല്ലൂറിയം സോറിയാസിസിനും എക്സ്ഫോളിയേഷനും സ്കിന്നിന് സിംഗിൾ റെമഡി മതി. അപ്പോ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോഴേ ഈ ടെല്ലൂറിയം സെലിനിയം ഒറ്റ ഗ്രൂപ്പാണല്ലോ. ഈ സെലിനിയത്തിന് നല്ല ആക്ഷൻ ആയിരിക്കുമല്ലോ സ്കിന്നിൽ. പക്ഷെ സെലിനിയം നമ്മൾ എന്തിനാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്? ഈ സിങ്ക് ആൻഡ് സെലിനിയം ഇല്ലാതെ T3 T4 എന്ന് പറഞ്ഞ ടെട്രായോഡോ തൈറോണിൽ നമ്മുടെ T4 T3 ആവില്ല അല്ലെ. 4 ചേർന്നിട്ടുള്ളത് T3 ആവണമെങ്കിൽ, ടെട്രാ ആവണമെങ്കിൽ സിങ്ക് ആൻഡ് സെലിനിയം വേണം ബ്ലഡിൽ. അവരാണ് ഒരു അയഡിനെ T4 നിന്ന് മാറ്റി T3 ആക്കി ആക്റ്റീവ് ആക്കണം. അപ്പൊ നമ്മൾ ആലോചിച്ചപ്പോഴും സെലിനിയം അതിനുള്ളതാണ്. പിന്നെ മെയിൽ സെക്ഷൽ ഡെബിലിറ്റിക്ക് ഉള്ളത് സെലിനിയം. അപ്പൊ 2
പിന്നെ മുടി നന്നായിട്ട് കൊഴിഞ്ഞ് പോകുന്നതിന് സെല്ലിയം കൊടുക്കും. കാരണം എല്ലിന്റെ മുടിയുടെ കോൺസ്റ്റിറ്റ്യുവന്റിലെ ഒരു പോർഷനാണ് ഇവര്. സെലിനിയം ഇല്ലാണ്ട് എല്ലില്ല. എല്ല്, പല്ല്, മുടി. അപ്പൊ മുടി കൊഴിച്ചിലിനും ഒക്കെ നമ്മൾ സെലിനിയം 3x കൊടുക്കും. അപ്പൊ എന്നാലും ഇവർക്ക് സ്കിന്നിൽ ഇത്ര ആക്ഷൻ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പലപ്പോഴും പക്ഷെ ആലോചിക്കോ, ടെല്ലൂറിയത്തിന്റെ ഒരു ഗ്രൂപ്പാണുള്ള സെലിനിയം. അപ്പോ ഞാനൊരു ക്ലാസ്സിൽ നമ്മുടെ ഒരു എക്സ്പെർട്ട് ഡോക്ടർ പറഞ്ഞിരുന്നു, ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോറിയാസിസ് സെലിനിയത്തിന്റെ അവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ടെന്നം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ മറന്നുപോയി. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ സെലിനിയത്തിന് ഇങ്ങനെ ആലോചിച്ചത്. സെലിനിയം നമ്മുടെ ബോഡിക്ക് ഏറ്റവും വേണ്ട ഒരു സാധനമാണ്. സിങ്കും വേണ്ടതാണ്. ഇവരൊക്കെ അണ്ടിപ്പരിപ്പിൽ നിന്നൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ കക്ക, ഞണ്ട്, കടലിൽ നിന്നുള്ള ജീവിക വിഭവങ്ങളിൽ നിന്ന് നല്ല റിച്ച് സോഴ്സാണ് സിങ്ക് ആൻഡ് സെലിനിയം. കക്ക, കടൽ തീരത്ത് ജീവിക്കുന്നവർക്ക് സെലിനിയത്തിന് കുറവൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഡോക്ടർ നമുക്ക് ഒന്ന് അതിന്റെ പേരാലോ, ആർക്കെങ്കിലും ഒക്കെ സംശയങ്ങൾ, ചില ചോദിക്കും. നമസ്കാരം, താങ്ക് യു. ഡോക്ടർ പറയുന്നത് പ്രഷീസായ കാര്യങ്ങളാണ്, നമുക്ക് തീർക്കണ്ട. ഇനി ഒരു ക്ലാസ്സിൽ ബാക്കി നമുക്ക് ഇതിന്റെ ഞാൻ പറഞ്ഞു 15 മിനിറ്റ് ആയതുകൊണ്ട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോ സ്പോഞ്ച് ഏത് പൊട്ടൻസി ആണെന്ന് ഒരു കമന്റ് ചോദിച്ചിട്ടുണ്ട്. ടിഞ്ചർ തന്നെ കൊടുക്കണം. എന്നാ മാത്രമേ അത് അധികം കോരി വാരിയൊന്നും കൊടുക്കണ്ട. 1 or 2 ഡ്രോപ്പ് മതി. അതാണ് അതിന്റെ ഗുണം. പിന്നെ ലാപ്പിസ് ആൽബം 3x തന്നെയാണ് നല്ലത്. ലാപ്പിസ് ആൽബം 3x ആണ്. അത് മെറ്റീരിയലാണ്. അതായത് മെറ്റീരിയൽ അല്ല, പത്തോളജിക്കൽ പ്രോബ്ലംസ് അവിടെ വിസിബിൾ ആണ്. സാർക്കോമ. അതുകൊണ്ട് നല്ലത്. പത്തോളജി വരുമ്പോ എപ്പോഴും ഹൈ ആദ്യം കൊടുക്കരുത്. നമ്മൾ ലോയിൽ 3x പോയിട്ട് അതൊന്ന് സബ്സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 30 പോകും. പിന്നെ നമുക്ക് പതിയെ വേണമെങ്കിൽ കോൺസെൻട്രേറ്റ് 10 കൊടുക്കണം. 10 പിന്നെ നിർത്തണം. പിന്നെ അവര് തല പൊക്കണമെങ്കിൽ ഒരു 50 കൊടുക്കും. ഒരേ മെഡിസിൻ കറക്റ്റ് ഇൻഡിക്കേഷൻ ആയിരിക്കണം. കറക്റ്റ് ഇൻഡിക്കേറ്റഡ് മെഡിസിൻ. ഇടയ്ക്ക് വെച്ച് മയസം മാറിക്കഴിഞ്ഞാൽ വേറെ മെഡിസിൻ. ഓക്കെ ജോളി ഡോക്ടറെ, അടുത്തത് ഒരു സംശയം. അല്ല, വൈദ്യര് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഡോക്ടറെ, ചോദിച്ചോളൂ. വൈദ്യ ഡോക്ടർ എന്റെ വൈദ്യര് ഡോക്ടർ കോഹോസ്റ്റ് ആണ്, ചോദിച്ചോളൂ. ഈ പാമ്പുകടി ചികിത്സിച്ചതോടുകൂടി ഞാൻ വൈദ്യുതി ഡോക്ടർ വേറെ കുറെ കേസ് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും വൈദ്യുതി ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാം. വൈദ്യുതി ഡോക്ടറെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഹലോ, നമസ്കാരം. മാഡം, നല്ല ഡോക്ടർ അനുഭവങ്ങളുടെ ഒരു കാർബൺ ബോംബിങ്ങാണ് നടന്നത്. അതിലേക്ക് റിവോൾവർ കഴിയുന്നില്ല. എന്നാലും ഡോക്ടർ 1-2 പ്രാവശ്യം ഈ നാജ കൊടുത്തതിന്റെ കഥ പറയുമ്പോൾ അതിൽ നാജ കൊടുക്കാനുള്ള കാരണം ഡോക്ടർ ഇന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. എന്റെ അറിവ് വെച്ചോണ്ട് കൊടുത്തതല്ല. ഞാൻ ആ രോഗി നിൽക്കുമ്പോൾ, അവരുടെ കുടുംബാംഗങ്ങളെല്ലാം വളരെ ഉറപ്പോടെ പ്രതീക്ഷയോടെ നിൽക്കുമ്പോൾ, എനിക്കൊരു പ്രതീക്ഷ ഇല്ലാതെ നിൽക്കുമ്പോൾ, ഞാൻ മെറ്റീരിയൽ പിടിക്കില്ല, പരിധി ഒന്നും കണ്ടില്ല. അങ്ങനെ നിൽക്കുമ്പോൾ മോഡിയുടെ ടോക്സിക്കോളജി പുസ്തകം എടുത്തോണ്ട് വന്ന് ഞാൻ റെഫർ ചെയ്ത് കോബ്രയുടെ പോയിസണിങ് എന്ന് പറഞ്ഞ അത് വായിച്ച് കഴിഞ്ഞിട്ട് അടയ്ക്കാൻ നേരെയാണ് പെട്ടെന്ന് ഞാൻ രാജാരാജ്യക്കുന്ന കണ്ട. അപ്പൊ നാജ കൊടുക്കാന്ന് വെച്ചിട്ട് ഞാൻ കൊടുത്തു. അതുകൊണ്ടാണ് റിസൾട്ട് കിട്ടിയത്. എന്റെ അറിവ് കഴിവൊന്നുമല്ല ലക്കിന് കിട്ടിയ. ഡോക്ടർ പറഞ്ഞ റെഫറൻസിന്റെ ആവശ്യം ഊന്നി പറഞ്ഞതാണ്. ഡോക്ടറെ വളരെയധികം നന്ദി. പക്ഷെ നമ്മൾ ടോക്സിക്കോളജി തൊടാത്ത ഒരു ഗ്രൂപ്പാണ്. നമ്മൾ പ്രാക്ടീസ് മെഡിസിനും ബാക്കി ഇൻഫെക്ഷനും ഓട്ടോഇമ്യൂണും പറയും. ടോക്സിക്കോളജി ആരും നോക്കുന്നില്ല, ഒരാൾ തൊട്ട് നോക്കുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ രോഗികൾ ചിലപ്പോ 13:45 എന്റെ. ഡോക്ടർ പറഞ്ഞ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. അതിന്റെ സമയങ്ങളില്ലാത്തത് ഇപ്പൊ വെക്കുന്നില്ല. എന്നല്ലോ ഒരു കാര്യം കൂടെ പറയാം. ഒബ്സർവേഷന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആന്ധ്രയിൽ വെച്ച് തന്നെ ഈ സ്നേക് പോയിസൺ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ താമസിച്ചത് മുറിയില് കഥക് ഞാൻ പൂട്ടാറില്ല, അകത്തത് കുറ്റിയിടുന്നേ ഉള്ളൂ. അപ്പൊ കുറ്റിയിടാൻ വേണ്ടി കഥകിക്കൊണ്ട് ഞാൻ കൈയിട്ട് കൊട്ടപ്പോ കയ്യില് സാധനം കൊണ്ടു. ആ കുറ്റി അറ്റോട് കൊട്ടാൻ തോന്നി. അപ്പോൾ ഞാൻ തിരിച്ച്
കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ കയ്യിൽ ഭയങ്കര അരപ്പ് വരുന്നു, വലത്തെ കയ്യില് അരപ്പ് വരുന്നു, നല്ല അരപ്പ്. അപ്പൊ രോഗികൾ പറയാറുള്ള ഈ പാമ്പ് കടിച്ച് വരുമ്പോൾ ഇത്രയും അരപ്പ് ഉണ്ടാകാറുണ്ട്, അതുപോലത്തെ ഒരു അരപ്പാണ്. ഞാനിപ്പോ കൂടുതൽ ഡോക്ടറെ അടുത്ത് സംസാരിച്ചു. അപ്പൊ നമുക്ക് അതിന് കല്ലൊക്കെ വെക്കും, ആ കല്ലൊക്കെ വെച്ച് നോക്കി, ഇച്ചിരി കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞു വന്നു. ഞാൻ പിന്നെ ആ റൂമിൽ കയറി നോക്കിയപ്പോഴത്തേക്കാണ് ആ റൂമില് ഒരു ശംഖ് വരെ കാണാം. അത് കൊത്തിയതാ കഴിഞ്ഞില്ല. ഒബ്സർവ് ചെയ്യണമെന്നുള്ള കാര്യം വളരെ അത്യാവശ്യമാണ്. ഒബ്സർവ് അതിനെ എന്താ കൊത്തു, അതായത് കാര്യം അറിഞ്ഞില്ല, ഞാനിത് പറഞ്ഞിട്ടില്ല, അന്നുള്ളവരോട് പറയാം. പിന്നെ ഈ നമ്മുടെ ആനയെ ചികിത്സിക്കാൻ പോയ ഡോക്ടറിന്റെ കഥ, എന്റെ കൊല്ലത്ത് എന്റെ അടുത്തുള്ള ഡോക്ടറായിരുന്നു. ഞാൻ പത്രം വഴിയാണ് അറിഞ്ഞത്. ഞാൻ പക്ഷേ ചെപ്പോഴത്തേക്ക് ലേറ്റായി പോയി, വലിച്ചു കഴിഞ്ഞു. കുറച്ചു നാൾ കഴിയുമ്പോൾ പത്രത്തിൽ അറിഞ്ഞത്. അടുത്തൊരാള് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമസ്കാരം. താങ്ക് യു. സുഖമല്ലേ? ഓക്കെ, അടുത്ത ഭദ്രൻ ഡോക്ടറാണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. സംസാരിച്ചോളൂ. ഭദ്രൻ ഡോക്ടർ വരട്ടെ. എന്റെ ദൈവമേ, ഭദ്രൻ ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ ക്ലാസ് എല്ലാ അറ്റൻഡ് ചെയ്യാറുണ്ട്. നമ്മളവിടെ പിന്നെ തൃശ്ശൂർ വെച്ചുള്ള ഈ പഞ്ചായത്ത് അസിസ്റ്റന്റ് ആ മീറ്റിങ്ങിന് കണ്ടത് തന്നെ അവസാനം. അതെ. കില പറയണൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. സന്തോഷം. ഡോക്ടർ, ഈ വിൻഗ മൈനർ അലോപ്പീഷ്യ ഏരിയയ്ക്ക് കൊടുത്തത് ഏത് പൊട്ടൻസിയാണ്? വിൻഗ മൈനർ 30 ആണ് കൊടുത്തത്. അത് ഞാൻ 2 നേരം വെച്ച് കൊടുത്തു വിൻഗ മൈനർ 30. പക്ഷെ വിൻഗ മൈനർ ടിഞ്ചർ വെളിച്ചെണ്ണയിൽ ചാലിച്ച് അവിടെ പെരട്ടുകയും ചെയ്തു. വളരെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു ഡോക്ടറാണ്, നാച്ചുറോപ്പതി ഡോക്ടർക്കാണ് അത് ചെയ്തത്. ഞാൻ പറഞ്ഞിരുന്നത് കാരണം അത് രണ്ടുമാണ് ചെയ്തു കൊടുത്തത്. 30 തന്നെയാണ് കൊടുത്തത്. നമുക്ക് മുമ്പ് ഇവിടെ ക്ലാസ് എടുത്തുള്ള ഒരു അനുഷ ഡോക്ടർ ഇടയ്ക്ക് കൊലശ്ശേരി വെച്ച് കണ്ടു, അവിടുത്തെ സെമിനാറിന് കണ്ടു. അപ്പൊ പുള്ളി ഈ ട്രിക്കോപ്ലാസ്റ്റിയോ അങ്ങനെ എന്തൊക്കെ കുറെ തൃശ്ശൂരുള്ള ഡോക്ടറാണ്, എന്തോ കോസ്മെറ്റോളജി ഒക്കെ പഠിക്കുന്നുണ്ട്. ഞങ്ങളുടെ സെക്രട്ടറി ആയിരുന്നു. അതെ. ഞങ്ങളുടെ സെക്രട്ടറി അല്ലേ അനുഷ? ഓക്കെ. എന്നിട്ട് എന്തായി ഭദ്രൻ സാർ, എന്താണ് ഉണ്ടായത്? ഇല്ല, ഞാൻ അപ്പോഴും അവിടെ വെച്ചൊരു സെമിനാറിന് പുള്ളി നല്ല ക്ലാസ് എടുത്തു. അപ്പൊ അതിന് ഒരു മെമ്മന്റ് പ്രസന്റ് ചെയ്യാൻ ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ എനിക്ക് ഈ വിൻഗാമേന്റെ അന്നും ഡോക്ടർ പറഞ്ഞ പൊട്ടൻസി ആണെന്ന് പറഞ്ഞില്ല. അന്നത്തെ നമ്മുടെ IFPHന്റെ ക്ലാസ്സിലെ വിൻഗാമേന്റെ കൊടുത്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടോന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിൻഗാമേന്റെ കൊടുക്കുമ്പോഴേ നമ്മള് ടിഞ്ചർ എക്സ്റ്റേണൽ കൊടുക്കണം, അല്ലെങ്കിൽ അത് മാറില്ല. കാരണം അവിടെ പാരസൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് മാറാത്തത്. ഈ പാരസൈറ്റ്സിനെ കൊല്ലണമല്ലോ. അതാണ് പാരസൈറ്റോളജി നമ്മൾ പഠിക്കണേ. നമ്മൾ തൊടാത്ത മേഖലകളാണ് ടോക്സിക്കോളജി, പാരസൈറ്റോളജി ഒന്നും. അവരെ കൊല്ലണം. അലോപേഷ്യ വെറുതെ തന്നെയല്ല, അവിടെ പാരസൈറ്റ് ഉണ്ട്. അവരെ പാരസൈറ്റോളജി പഠിക്കേണ്ടതാണ്. കാര്യം നമ്മളിപ്പം പിന്മേമുള്ള ഒരു കേസിനാണെങ്കിൽ നമ്മള് അതിന്റെ മുട്ട ദിവസവും വിഴുങ്ങിക്കൊണ്ടിരുന്ന അങ്ങനെ പിന്മേമിന്റെ കാലാവധി അതിന്റെ ലൈഫ് സ്പാൻ രണ്ടാഴ്ചയാണ്. പക്ഷെ അതിന്റെ മുട്ട എപ്പോഴും വിഴുങ്ങിക്കൊണ്ടിരുന്ന ഒരിക്കലും മാറിയില്ലല്ലോ. സന്ധ്യാവുമ്പോൾ ഇതൊന്ന് മുട്ടയിടും. അപ്പൊ അതിന്റെ പാരസൈറ്റോളജി നമ്മൾ പഠിച്ചിരിക്കണം, അത് അപ്ലൈ ചെയ്യാൻ വേണം. അതുകൊണ്ടാണ് അതിന് വിൻഗാമേർ എക്സ്റ്റേണലി നിർബന്ധമായും തുണിയിൽ മുക്കിയിടും. അതിന് വെറുതെയും പരത്തൂല, അതിന് സോഫ്റ്റ് തുണിയിൽ മുക്കി എക്സ്റ്റേണൽ ഇടും. എക്സ്റ്റേണലും നമ്മളൊരു ഗവേഷണ വിഷയമാക്കേണ്ടതാണ്. എക്സ്റ്റേണലി നമ്മള് വളരെ ഇമ്പോർട്ടന്റ്. തീർച്ചയായിട്ടും. ഓക്കെ ഡോക്ടർ, എക്സ്റ്റേണൽ ആപ്ലിക്കേഷനുമായിട്ട് ഒരു ദിവസം അത് തന്നെ നമുക്ക് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ചർച്ചയാണ് മാഡം, അത് ചർച്ചയാണ്. എല്ലാ ഡോക്ടർമാരും പങ്കെടുക്കും. എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഹോമിയോപ്പതി അത് ചർച്ചയാണ് കേട്ടോ. ഞാൻ ഒറ്റക്ക് അത് ചെയ്തിട്ട് കാര്യമില്ല, കാരണം എനിക്ക് എല്ലാവരുടെ ഹെൽപ്പും വേണം. ഓക്കെ, പുതിയ വിഷയം. അപ്പൊ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനെ കുറിച്ച് എല്ലാ ഡോക്ടേഴ്സിന്റെ അഭിപ്രായം വേണോ വേണ്ടേ, ഏതിനൊക്കെ പ്രസക്തി ഉണ്ട് എക്സ്റ്റേണൽ ആപ്ലിക്കേഷന്റെ, ഏതൊക്കെ കേസുകൾ? ഓക്കെ, അത് നമുക്കൊരു വിഷയം ഒരു ദിവസം ചർച്ചയായിട്ട് വെക്കാം. ഭദ്രൻ ഡോക്ടറെ സന്തോഷം. അപ്പൊ സമയം ഏകദേശം അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ജോളി ഡോക്ടറെ
ഇല്ല ഇല്ല, തീർച്ചയായിട്ടും നമ്മൾ വെക്കും. ധനേഷ് ഡോക്ടർ കേട്ടോണ്ടിരിക്കുകയാണ്, നമുക്ക് ഒരു ദിവസം അത് തന്നെ വെക്കാം. എന്തായാലും ഇന്ന് നല്ല എല്ലാ ഡിസ്കഷനും ഭയങ്കര ഗൗരവമായി ഈ രോഗത്തിനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇടയ്ക്കൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യണ്ടേ? അതുകൊണ്ടാണ്. പക്ഷെ അത് ഗൗരവം കൂടിയാണ്. പരിസരം എന്തായാലും രോഗിയുടെ നാടാ. എബ്രഹാം വൈദ്യര് സാറ് പറഞ്ഞു കേട്ടാ, അത് കൈവച്ചപ്പോ അത് പാമ്പായിരുന്നെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. ജീവികളെ പഠിക്കണം. ചിലപ്പോ പെട്ടെന്നൊരു അനുഭവങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ബി കെയർഫുൾ, ഓൾവേസ് അലർട്ട്, അലർട്ട് ഓൾവേസ്. കാരണം ഇന്റേണൽ മാത്രമല്ല എക്സ്റ്റേണൽ അസാർട്സ് സാധനങ്ങളും നമുക്ക് വരും. ഡോക്ടറെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എന്തായാലും ഇന്നും ഒരു വെടിക്കെട്ട് ക്ലാസ് തന്നെയായിരുന്നു ജോളി ഡോക്ടർ എടുത്തത്. ഒബ്സർവേഷൻസും പിന്നെ സ്വന്തം അനുഭവങ്ങളും. അപ്പൊ രണ്ടും വളരെ നന്നായിരുന്നു. നല്ലൊരു ക്ലാസ് എടുത്ത ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ഭദ്രൻ ഡോക്ടർ തന്നെ ക്ഷണിക്കും. ജോളി ഡോക്ടർ നമ്മള് കുറെ കാലമായിട്ട് സംസാരിക്കാതിരുന്നിട്ട് 10-12 വർഷമായി. 12 വർഷത്തിൽ കൂടുതലായി. 12 10-15 വർഷം വരെ ആവുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇന്നാണ് സംസാരിക്കാൻ സാധിച്ചത്. ഏതായാലും വളരെ സന്തോഷം. ഞാൻ കാണാറുണ്ട്, മറ്റുള്ള കേസൊക്കെ ചോദിക്കാറുണ്ട്, ഞാനെല്ലാം കാണാറുണ്ട്. ഇവിടെ നല്ല ക്ലാസ് ആയിരുന്നു. തൈറോയിഡിന്റെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. കഴിഞ്ഞ തൈറോയിഡിന് നമ്മളെല്ലാം അവഗണിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പോലും നന്നായിട്ട് പ്രതിപാദിച്ചു. ശരിയായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റിയ ക്ലാസ്സുകളായിരുന്നു. അന്ന് എനിക്ക് കമന്റ് ചെയ്യാനുള്ള സമയം, ക്ലാസ്സിനെ പറ്റി കമന്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല. ഇന്നിപ്പം ഞാൻ അതും കൂടെ പറയാണ്. ഇന്നത്തെ ക്ലാസ് വളരെ ജനറലായിട്ട് പറഞ്ഞെങ്കിലും വളരെ കൂടുതൽ ഇംപ്രസീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. നമുക്ക് കാര്യത്തിൽ നമുക്ക് ഇത്തരം കേസുകൾ, എനിക്ക് ഗാംഗ്രീന്റെ കേസുകൾ എനിക്കും പറയാനുണ്ട്. നല്ല കേസുകൾ ഞാൻ പിന്നെ ഒരു അവസരം കിട്ടുമ്പോൾ പറയാം. നല്ല കേസുകൾ ഡോക്ടറുടെ ക്ലാസ് ഒരു ദിവസം വെക്കുന്നതാണ്. ഇന്നിപ്പോ നമുക്ക് സമയമില്ല. നമുക്ക് നന്ദി പറഞ്ഞു വൈകിട്ട്. ഡോക്ടർക്ക് IFPHന്റെ പേരിലും നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിലും അതേപോലെ നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മേലിലും ഇത്തരം നല്ല ക്ലാസ്സുകളുമായിട്ട് ജോളി ഡോക്ടർ വരണമെന്നുള്ള അഭിപ്രായമുണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, നന്ദി ഭദ്രൻ ഡോക്ടറെ. അതുപോലെ തന്നെ ജോളി ഡോക്ടർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല. ഡോക്ടറുടെ വിലപ്പെട്ട ക്ലാസ്സുകൾക്ക് വേണ്ടി നമ്മൾ ഇനിയും കാത്തിരിക്കും. ഇന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നമസ്കാരം.